ലൂക്കോസ് 1:26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. The Gospel of St. Luke, chapter 1, verses 26 to 28. ലൂക്കോസ് വിശേഷം സ്തോത്രം. അതെ, ഒന്നാം അധ്യായം. ലൂക്കോസ് വിശേഷം 1-ാം അധ്യായം 26, 27, 28 വാക്യങ്ങൾ. 3 വാക്യം നമുക്ക് ശബ്ദമുയർത്തി വായിക്കാമോ? നിങ്ങളുടെ കയ്യിൽ മലയാളം ബൈബിൾ ആയിരിക്കാം, ഇംഗ്ലീഷ് ആയിരിക്കാം, തമിഴ് ആയിരിക്കാം, ഹിന്ദി ആയിരിക്കാം. സ്തോത്രം. ശബ്ദമുയർത്തി വായിച്ചാട്ടെ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്ന് ആയിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. 26-ാം വാക്യത്തിലേക്ക് ഒരിക്കൽ കൂടെ കടന്നു വന്നാട്ടെ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന പട്ടണത്തിൽ അയച്ചു. ഇതെത്ര മാസ? മലയാളം അറിയാത്തവരാണല്ലോ എല്ലാം. സ്തോത്രം. ഇതെത്ര മാസ? 6-ാം മാസം. അടുത്തിരിക്കുന്നവരെ നോക്കി പറഞ്ഞാട്ടെ, ഈ മാസത്തിന്റെ കാര്യമാണ് പറഞ്ഞാട്ടെ, ഈ മാസത്തിന്റെ കാര്യം പറഞ്ഞു. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന പട്ടണത്തിൽ അയച്ചു. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ ചരിത്രം 2ആയി വിഭജിപ്പാൻ നസ്രേത്ത് എന്ന പട്ടണത്തിൽ അയച്ചു. 6-ാം മാസത്തിൽ നിങ്ങളുടെ ചരിത്രം മറ്റൊന്നാകാൻ പോകുന്നു. 6-ാം മാസത്തിൽ നിങ്ങളുടെ വീടിൻ്റെ ചരിത്രം മറ്റൊന്നാകാൻ പോകുന്നു. 6-ാം മാസത്തിൽ നിങ്ങളുടെ ശുശ്രൂഷയുടെ ചരിത്രം മറ്റൊന്നാകാൻ വേണ്ടി പോകുന്നു. ഇതാപ്പച്ചൻ പേനി എടുത്തിരിക്കുന്നു. 6-ാം മാസത്തിൽ വേറൊരു ചരിത്രമാക്കി ദൈവം നിങ്ങളുടെ ജീവിതത്തെ സ്തോത്രം തീർക്കുവാൻ പോകുന്നു. വിശ്വാസമുള്ളവർ മാത്രം ആ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരിന്റെ നേരെ എഴുതിയാട്ടെ. ന്യൂ ഹിസ്റ്ററി, പുതിയ ചരിത്രം, പുതിയ ചരിത്രം, പുതിയ ചരിത്രം, പുതിയ ചരിത്രം. 6-ാം മാസത്തിൽ കമാൻ, ഞാൻ നിങ്ങൾക്ക് ടൈം തരാം. 6-ാം മാസത്തിൽ നമുക്ക് 6 മണി വരെ ടൈം ഉണ്ടെന്ന്. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ 6-ാം മാസത്തിൽ ദൂതൻ. ഈ ദൂതിന്റെ തലക്കെട്ട് ഇതാണ്: ദൂതന്മാരുടെ ശുശ്രൂഷ. ആമേൻ. ദൂതന്മാരുടെ ശുശ്രൂഷ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, വേദപുസ്തകത്തിന്റെ ആരംഭ പദം മുതലേ ദൂതന്മാരുടെ സ്പർശനം നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. പുതിയ നിയമത്തിൽ ആരംഭിക്കുമ്പോഴല്ല പെട്ടെന്ന് കൂണ് മുളച്ചു വരുന്നത് പോലെ, അല്ലെങ്കിൽ തകര പ്രത്യക്ഷപ്പെടുന്നത് പോലെ ദൈവത്തിന്റെ ദൂതന്മാർ ഇങ്ങനെ മുളച്ചു വന്നത്. പകരം വേദപുസ്തകം പറയുന്നു, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദി എർത്ത്. ഓ സ്തോത്രം. ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഒരു ട്രാൻസ്ലേഷൻ പറയുന്നു, സ്തോത്രം, ഹോൾ ബീയിങ്, സ്വർഗത്തിലെ ദൂതന്മാർ ഉൾപ്പെടെയുള്ള സകലതിനെ ദൈവം സൃഷ്ടിച്ചു. യോബിന്റെ പുസ്തകം 38-ാം അധ്യായം വേദപുസ്തകം പറയുന്നു, സൃഷ്ടിയുടെ ആരംഭ സൃഷ്ടികൾ ഒന്നാണ് ദൈവത്തിന്റെ ദൂതന്മാർ. എത്ര ദൂതന്മാരാണ് ദൈവത്തിന് ഉള്ളത്? സ്തോത്രം. അതെ, എത്ര ദൂതന്മാരാണ്? വളരെ കൃത്യവും വ്യക്തവും ശക്തവുമായി ഞാൻ പറയട്ടെ, ഇന്ന് ഭൂപരപ്പിൽ കാണുന്നതായ സ്തോത്രം ജനക്കൂട്ടത്തെക്കാൾ എന്ന് പറഞ്ഞാൽ ഏകദേശം സ്തോത്രം ഇന്ന് ലോകത്തിൽ കാണുന്നതായ അതേ കോടാനുകോടി ജനക്കൂട്ടത്തെക്കാൾ അധികം ജനം സ്തോത്രം അധികം ദൂതന്മാർ ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. ഏകദേശം 790ഓളം കോടി ജനമാണ് ലോകത്തിൽ ഉണ്ടെന്ന് വയ്ക്കുക. അതിനെക്കാളും ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിലുണ്ട്. കാരണം വെളിപ്പാട് പുസ്തകം പറയുന്നു, 10,000 ഗുണം 10,000 ഗുണം 1000 ഗുണം 1000. ഒരിക്കൽ കൂടെ 10,000 ഗുണം 10,000 ഗുണം 1000 ഗുണം 1000. അത്രയും ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് പകലും ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ആരാധിക്കുന്നോ സ്തുതിക്കുന്നോ എനിക്ക് വിഷയമല്ല. പകരം സ്തോത്രം 10,000 ഗുണം 10,000 1000 ഗുണം 1000. അത്രയും ദൂതന്മാർ, എണ്ണമറ്റ ദൂതന്മാർ, തകർത്ത ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തിന്റെ ശബ്ദം പോലെ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ഇന്ന് പകരം ആരാധിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകരം ആരാധിച്ച് ഇരുന്നാട്. വേദപുസ്തകം പറയുന്നു, ദൈവമായ കർത്താവ് കെരൂബുകളെ സൃഷ്ടിക്കുകയുണ്ടായി, സെറാഫുകളെ സൃഷ്ടിക്കുകയുണ്ടായി,
ഉണ്ടായി. എസെക്കിയേൽ 1, വെളിപ്പാട് പുസ്തകം 4, ദൈവം കെരൂബുകളെ സൃഷ്ടിച്ചു, ദൈവം സെറാഫുകളെ സൃഷ്ടിച്ചു. വെളിപ്പാട് പുസ്തകം 4 അധ്യായം വീണ്ടും സ്തോത്രം, അതെ യെശയ്യാ പ്രവചനം 6 അധ്യായം 1 മുതൽ 3 വരെ ദൈവം സെറാഫുകളെ സൃഷ്ടിച്ചു. കെരൂബുകൾക്ക് 4 ചിറകുകൾ, സെറാഫുകൾക്ക് 6 ചിറകുകൾ. പ്രധാന ദൂതന്മാർ ഗബ്രിയേൽ പോലെയുള്ളതായ അതേ സന്ദേശവാഹകർ, മിഖായേൽ പോലുള്ള യുദ്ധദൂതന്മാർ, ആരാധന ദൂതന്മാർ, ഇങ്ങനെ 12 തരത്തിലും വിധത്തിലുമുള്ള ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വിന്യസിക്കപ്പെട്ടിരിക്കുകയാണ്. സകല സ്തുതിക്കും, സകല സ്തോത്രത്തിനും, സകല പുകഴ്ചയ്ക്കും ഹല്ലേലൂയ യോഗ്യനായ ദൈവത്തിന്റെ സന്നിധിയിൽ ദൂതന്മാർ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് പകൽ ഈ ദൂത് കടന്നു വരുമ്പോൾ ആരുടെ മേലെ പരിശുദ്ധാത്മാവിന്റെ പുതിയൊരു പ്രഭ മിന്നിയിട്ട് നിങ്ങളൊരു പ്രവചന ഗീതം പാടുന്നുവെങ്കിൽ അത് അതിശയമല്ല. കാരണം എന്ത് വിതയ്ക്കുമോ അതാണ് കൊയ്യുന്നത്, എന്ത് പറയുമോ അതാണ് ദൈവത്തിന്റെ കൃപയാൽ സംഭവിക്കുന്നത്. നിങ്ങൾ എന്ത് വിശ്വസിക്കുമോ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ കഴിയുന്നത്. ഇന്ന് പകൽ പ്രതീക്ഷയോടെ കാത്തിരുന്നാട്ടെ, ദൈവത്തിന്റെ ദൂതന്മാർ ചലിക്കുന്നു, സ്വർഗത്തിൽ മാത്രമല്ല ഭൂമിയിലും. എന്നാൽ വേദപുസ്തകം പറയുന്നു, യെശയ്യാ പ്രവചനം 28 അധ്യായം 12 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, അതുപോലെ യെശയ്യാ പ്രവചനം 14 അധ്യായം 10 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, ഒരു പ്രത്യേക ദൂതൻ ദൈവത്തിനുണ്ടായിരുന്നു. ഹി വാസ് എ കെരൂബ്, അവനൊരു കെരൂബാണ്. ആ കെരൂബിന്റെ പേര് സ്തോത്രം, അതെ ലൂസിഫർ എന്നാണ്, അരുണോദയ പുത്രൻ. അവനെ ദൈവം സർവ സൗന്ദര്യത്താൽ നിറച്ചിരുന്നു, സകല കഴിവുകളാൽ നിറച്ചിരുന്നു, രത്നങ്ങളാൽ അവനെ നിറച്ചിരുന്നു. അവന്റെ ചിറക് വിടർത്തുമ്പോൾ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിന്റെ ശബ്ദം സ്തോത്രം പുറപ്പെട്ടു. ഹി വാസ് എ വർഷിപ്പർ, അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധനക്കാരൻ ആയിരുന്നു. അവന്റെ ചിറക് കൊണ്ട് ദൈവത്തിന്റെ സിംഹാസനത്തെ മറച്ചിരുന്നു. സോ മറ്റു ദൂതന്മാർക്കില്ലാത്ത പല പ്രയോറിറ്റികൾ, പല പ്രാധാന്യങ്ങൾ ലൂസിഫറിന് ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം സ്തോത്രം പറയുന്ന എന്നെ നോക്കി ഞാൻ പറയട്ടെ, നിങ്ങൾക്കില്ലാത്ത എന്തെങ്കിലും എനിക്കുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ സൂക്ഷിക്കണം. മറ്റുള്ളവർക്കില്ലാത്ത എന്തെങ്കിലും ദൈവം നിനക്ക് നൽകിയിരിക്കുന്നെങ്കിൽ നീ അധികം സൂക്ഷിക്കണം. സ്തോത്രം, അതെ ലൂസിഫറിന് സംഭവിച്ചതായ ഏറ്റവും പ്രധാനപ്പെട്ട അബദ്ധം എന്ന് പറയുന്നത് പാപമല്ല, ദ മദർ ഓഫ് സിൻ, പാപത്തിന്റെ മാതാവെന്ന നിഗളമാണ് ലൂസിഫറിന് ഉണ്ടായത്. ഞാൻ പറഞ്ഞു കേട്ടോ, പാപത്തിന്റെ നിഗളമാണ്, പാപത്തിന്റെ മാതാവാണ് സ്തോത്രം നിഗളം. നിഗളം എന്ന് പറയുന്നത് പാപത്തിന്റെ മാതാവ്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, അവൻ നിഗളിച്ചത് കൊണ്ട് ദൈവം അവനെ വെട്ടി എറിഞ്ഞു കളഞ്ഞു. ദൈവത്തിന്റെ ദൂതനാകുന്ന ലൂസിഫർ വീണുപോയി. എന്നാൽ ലൂസിഫർ വീണുപോയിട്ടും ദൈവത്തിന് ഒരു കുഴപ്പവും പറ്റിയില്ല. വിട്ടുപോകുന്നവൻ പട്ടും പോകും. സ്വർഗത്തിൽ നിന്ന് വിട്ടുപോകുന്നവൻ അവൻ പട്ടും പോയി. ദൈവം അവനെ വെട്ടി എറിഞ്ഞു കളഞ്ഞു. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നോക്കുമ്പോൾ കർത്താവ് വെറുതെ ഇരുന്നതേ ഇല്ല. അടുത്തതാ സ്തോത്രം, രത്നത്താലല്ല, സൗന്ദര്യത്താലല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വർഗീയ നൈപുണ്യത്താലല്ല. ദൈവം പറഞ്ഞു, നമ്മുടെ സാദൃശ്യപ്രകാരം നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കാം. നമ്മുടെ സാദൃശ്യപ്രകാരം, അർത്ഥം ബഹുവചനത്തിലാണ് ദൈവം പറയുന്നത്. ഉൽപ്പത്തി 1:26 ബഹുവചനത്തിൽ ദൈവം പറയുന്നു. അർത്ഥം പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. ദൈവം പറഞ്ഞു, നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കാം. നേരത്തെ രത്നവും സ്തോത്രം, അതേ സൗന്ദര്യവും സകല കാര്യങ്ങളും മാറ്റിവെച്ച് ചേറും പൊടിയും തമ്മിൽ ചേർത്ത് ദൈവം മനുഷ്യനെ നിർമ്മിച്ചു. ചേറും പൊടിയും വെള്ളവും ചേർത്ത് ദൈവം മനുഷ്യനെ നിർമ്മിച്ചപ്പോൾ നിർമ്മിച്ചത് അപ്പുറത്തെ ആശാരിയല്ല, ഇപ്പുറത്തെ കൊത്തൻ മേസ്ത്രിയുമല്ല. സർവശക്തനായ ദൈവം നിർമ്മിച്ചപ്പോൾ അതേ സ്തോത്രം മൈക്കൽ ഏഞ്ചലോയുടെ മാസ്റ്റർ പീസിനേക്കാൾ മനോഹരനായി ആദാം ഏദൻ തോട്ടത്തിൽ കണ്ണു തുറന്നു. ഹല്ലേലൂയ. മനോഹരനായ മനുഷ്യൻ ഇതാ ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണു തുറന്നു. വേദപുസ്തകം പറയുന്നു, അവനെ അടിമയായിട്ടല്ല ദൈവം ആ തോട്ടത്തിലാക്കി വെച്ചത്, പകരം അധികാരിയായി. ഉൽപ്പത്തി 1:26-27 വേദപുസ്തകം പറയുന്നു, ആകാശത്തിലുള്ള സകല പക്ഷികളെ വാഴുവാൻ, സമുദ്രത്തിലുള്ള സകല ജന്തുക്കളെ വാഴുവാൻ, ഭൂമിയിലുള്ളതായ സകല ജീവചരങ്ങളെ വാഴുവാൻ തക്കവണ്ണം ദ കീ ഓഫ് അതോറിറ്റി, അധികാരിയായി ദൈവമായ കർത്താവ്
സ്തോത്രം മനുഷ്യനെ ആക്കി വെക്കുകയുണ്ടായി. ശ്രദ്ധിച്ചാട്ടെ, സ്തോത്രം ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിക്കുമ്പോൾ അവസാനത്തെ വൈസ്രോയി ഉണ്ടായിരുന്ന മൗണ്ട് ബാറ്റനെ ആക്കി വെച്ചതുപോലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സകല ഇംഗിതങ്ങളും ഭാരതത്തിൽ ചെയ്യുവാൻ തക്കോണം മൗണ്ട് ബാറ്റൻ എന്ന വൈസ്രോയെ ആക്കി വെച്ചതുപോലെ ഭൂമിയിൽ സ്തോത്രം ദൈവത്തിന്റെ കാര്യ പരിപാടി ചെയ്യുവാൻ അടിമയായിട്ടല്ല, അധികാരിയായി, ഒരു ഹെവൻലി വൈസ്രോയിയായി ആദാമിനെ ദൈവം ഏദൻ തോട്ടത്തിൽ ആക്കി വെച്ചു. സ്തോത്രം, ആ ഹെവൻലി വൈസ്രോയ് അവന്റെ വേറൊരു പദം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ മറ്റൊരു പദമാണ് ദൈവത്തിന്റെ മകൻ. ലൂക്കോസ് 3:38 പറയുന്നു, സ്തോത്രം, ആദാം ദൈവത്തിന്റെ മകനായിരുന്നു. ഒരിക്കൽ കൂടെ, ആദാം ദൈവത്തിന്റെ മകനായിരുന്നു. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, നമ്മുടെ കാര്യമാണ് പറയുന്നത്. ആദാം ദൈവത്തിന്റെ മകൻ ആയിരുന്നു. സ്തോത്രം. എന്നാൽ വേദപുസ്തകം പറയുന്നു, വീണ് പോയവനോട് അവൻ അല്പം സ്തോത്രം കുശലം സംസാരിച്ചു. വീണ് പോയവനോട് അവൻ അല്പം കൂട്ടായ്മ ആചരിച്ചു. വീണ് പോയവന്മാരോട് നീ കൂട്ടായ്മ ആചരിച്ചാൽ സ്തോത്രം അതേ നീയും വീണു പോകും. നിൽക്കുന്നവന്റെ കൂടെ നടന്നാൽ നീയും നിൽക്കും. ഓടുന്നവന്റെ കൂടെ നടന്നാൽ നീയും ഓടും. കൃപയുള്ളവന്റെ കൂടെ നടന്നാൽ നിനക്കും കൃപ ലഭിക്കും. പ്രവചിക്കുന്നവന്റെ കൂടെ നടന്നാൽ നീയും പ്രവചിക്കും. എന്നാൽ വീണുപോയവന്റെ കൂടെ അവൻ അല്പം കൂട്ടായ്മ ആചരിച്ചപ്പോൾ സ്തോത്രം വേദപുസ്തകം പറയുന്നു, അവൻ വീണുപോയി. ആ വൈസ്രോയായ അധികാരിയുടെ സ്ഥാനത്ത് നിന്ന് അവൻ വീണു. ഓ സ്തോത്രം, ദൈവം അവനെ സൃഷ്ടിച്ചാക്കി വെച്ചത് 8-ാം സങ്കീർത്തനം 5-ാം വാക്യം പറയുന്നു, ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി തേജസ്സും ബഹുമാനവും ഉള്ളവനായിട്ടാണ് ആദാമിനെ ദൈവമാക്കിയത്. ഞാൻ ആവർത്തിക്കുന്നു, ദൂതന്മാർക്ക് മീതെ, കെരൂബുകൾക്ക് മീതെ, സ്തോത്രം അതേ സെറാഫുകൾക്ക് മീതെയായിരുന്നു ആദാമിന്റെ സ്ഥാനം. അവന്റെ മുകളിലെ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ഒരിക്കൽ കൂടെ സങ്കീർത്തനം 8:5, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അവന് ഗ്ലോറി, തേജസ് കൊടുത്തിരുന്നു. അവന് ഓണർ, അവന് സ്തോത്ര ബഹുമാനം കൊടുത്തിരുന്നു. ആ ബഹുമാനമാണ് അവന്റെ അധികാരം. ആ തേജസ്സാണ് ദൈവിക പ്രസൻസ്. അതിന്റെ ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിലുള്ള പൊസഷൻ ഉണ്ടായിരുന്നു. പ്രസൻസിനും പൊസഷനിലും ആദാം സ്തോത്രം അതെ എൻവലപ്പ് ചെയ്തിരുന്നു. ആദാം നിറഞ്ഞിരുന്നു. എന്നാൽ വേദപുസ്തകം പറയുന്നു, അവൻ പാപം ചെയ്ത് അവൻ വീണുപോയി. ദൂതന്മാർക്ക് കീഴിലാണോ വീണത്? അല്ല. പകരം തിരുവചനം പറയുന്നു, അവൻ വീണപ്പോൾ അത് ഭയങ്കര വീഴ്ചയായിരുന്നു. അവൻ സാത്താനേക്കാൾ ഏറ്റവും അടിത്തട്ടിൽ, സാത്താൻ അവനെ യജമാനനാക്കത്തക്ക ക്രമത്തിൽ അവന്റെ വീഴ്ച അതിഭീകരമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, മാനവ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാശം എന്ന് പറയുന്നത് 1-ാം ലോകമഹായുദ്ധമോ 2-ാം ലോകമഹായുദ്ധമോ ഹിരോഷിമയോ നാഗസാക്കിയോ അല്ല. 2001 സെപ്റ്റംബർ മാസം 11-ാം തീയതി വേൾഡ് ട്രേഡ് സെന്ററിൽ അതേ ആ തീവ്രവാദികൾ വിമാനം ഇടിച്ചു കയറ്റിയതല്ല മനുകുലത്തിന്റെ ഏറ്റവും വലിയ നാശം, മാനവ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ നാശം. മനുഷ്യൻ എപ്പോഴാണോ ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തത്, അവന്റെ വീഴ്ചയായിരുന്നു ഏറ്റവും വലിയ നാശം. അവൻ അടിമയായി പോയി. സാത്താൻ അവന്റെ യജമാനനായി തീർന്നു. വേദപുസ്തകം പറയുന്നു, യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യം വായിക്കുമ്പോൾ സ്തോത്രം അതേ പാപം ചെയ്യുന്നവൻ അവൻ പാപത്തിന്റെ ദാസൻ. യോഹന്നാൻ സുവിശേഷം 8 മുഴുവൻ നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയും. 8:34 പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനായി, പാപം അവന്റെ യജമാനനായി. സ്തോത്രം, സാത്താൻ അവനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു. 1 യോഹന്നാൻ 3:8 പറയുന്നു, പാപം ചെയ്യിപ്പിക്കുന്നവന്റെ പേരാണ് സാത്താൻ. സാത്താൻ വൈസ്രോയായി, ദൈവത്തിന്റെ വൈസ്രോയായി കാണപ്പെട്ടതായി ആദാമിനെ ഇതാ സ്തോത്രം അടിമവേല ചെയ്യിപ്പിച്ചു. മനുഷ്യൻ മുഴുവൻ സ്തോത്രം ഇതാ പാപികൾ ആയി തീർന്നു. റോമർക്ക് ലേഖനം 5-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം പറയുന്നു, ഏക മനുഷ്യനായ ആദാമിനാൽ പാപവും പാപത്താൽ മരണവും സ്തോത്രം സകല മനുഷ്യരും പരന്നിരിക്കുന്നു. പക്ഷെ ഇന്ന് പകൽക്കാലം പാപം വലുത്, പ്രശ്നം വലുത്, സാത്താൻ വലുത്, പാതാളം വലുത്, അന്തിക്രിസ്തു വലുത്, 666 വലുത് എന്നല്ല ഞാൻ പറയുന്നത്. ഭൂമിയിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ദൈവത്തിന്റെ പക്കൽ സൊല്യൂഷൻ ഉണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സ്തോത്രം അതേ വിഷയങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം ദൈവത്തിന്റെ പക്കലുണ്ട്. സ്തോത്രം, മനുഷ്യൻ വീണ് കാണും, മനുഷ്യൻ അടിമപ്പെട്ട് കാണും, മനുഷ്യനെ വാഴുവാൻ തക്കണം സാത്താൻ മുന്നോട്ട് വന്ന് കാണും. എന്നാൽ ആ മരണത്തിന്റെ അധികാരിയായ അടിമ ചങ്ങലയെ തകർക്കുവാൻ, സാത്താന്യ ജയിലുകളെ പൊളിക്കുവാൻ, സാത്താന്യ അധികാരത്തെ നിഷ്കാസനം ചെയ്യുവാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്നെ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വരികയുണ്ടായി.
വേദപുസ്തകം പറയുന്നു. അതാണ് കർത്താവായ യേശു. ഫിലിപ്പിയർ 2:6 പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള ഈക്വാലിറ്റി, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്തു എന്ന്. ദാസനായി അടിമയിൻ വേഷമെടുത്ത് ഒരു അടിമയെ പോലെ യേശു ഈ ലോകത്തിൽ കടന്നു വന്നു. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല. ഒരു അടിമയെ പോലെ അവൻ കടന്നു വന്നു. യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. മേ ബി നിങ്ങൾ ചോദിക്കും, ഒരു അടിമയുടെ യഥാർത്ഥ പിക്ചർ എന്താണ്? ഒരു അടിമയായി കർത്താവ് തീർന്നു എന്നുള്ളതിന് യഥാർത്ഥ പിക്ചർ എന്താണ്? 88-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പ്രവചിക്കുകയാണ്, യേശുവിനെ അറസ്റ്റ് ചെയ്ത ശേഷം കയ്യഫാവിന്റെ കൊട്ടാരത്തിലേക്ക് ഇതാ കൊണ്ടുപോയി. ആ വ്യാഴാഴ്ച രാത്രിയിൽ അവനെ ചോദ്യം ചെയ്തു, മുഷ്ടി ചുരുട്ടി കുത്തി, അവനെ തുപ്പി അടിച്ചു. സ്തോത്രം. എന്നിട്ട് കയ്യഫാവിന്റെ കൊട്ടാരത്തിന്റെ അടിത്തട്ടിലുള്ളതായ ആ ജയിലിൽ സ്തോത്രം ഇതാ യേശുവിനെ ഇറക്കി കെട്ടിയിട്ടു. 88-ാം സങ്കീർത്തനം 4-5 വാക്യങ്ങൾ പറയുന്നു, കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു. ഞാൻ തുണയില്ലാതെ മനുഷ്യനെ പോലെ ആകുന്നു. ശവക്കുഴിയിൽ കിടക്കുന്ന ഹതന്മാരെ പോലെ എന്നെ മരിച്ചവരെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. അവരെ നീ പിന്നെ ഓർക്കുന്നില്ല. അവർ നിന്റെ കയ്യിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. 4-ാം വാക്യം, നീ എന്നെ കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു. ഓ ജീസസ് ജയിലിൽ നിന്നും ആ സ്ഥലം നിങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. 88-4 യേശു കർത്താവ് സ്തോത്രം ഇതാ അടിമയൻ വേഷത്തിൽ ആ ജയിലിലായിരുന്നു. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും ജയിലിൽ നീ ആയിരിക്കുന്നു എങ്കിൽ, മാനുഷികവും പൈശാചികമായ ഏതെങ്കിലും കെട്ടുപാടിൽ നീ ഉൾപ്പെട്ടിരിക്കുന്നെങ്കിൽ, ശത്രുവിന്റെ കെണിയിൽ നീ കിടക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും നുകം നിന്റെ മേലുണ്ടെങ്കിൽ, ഏതെങ്കിലും ചങ്ങല നിന്റെ മേൽ അതേ ഈ ദിവസങ്ങൾ വരിഞ്ഞ് മുറുക്കിയിരിക്കുന്നുവെങ്കിൽ, ഈ ജൂൺ മാസം അതേ 13-ാം തീയതി ചങ്ങല പൊട്ടുന്ന ശബ്ദം ഇന്ന് പകൽ നീ കേൾക്കുവാൻ പോകുന്നു. നുകങ്ങൾ പൊടിയുന്ന അതേ സ്തോത്രം ശബ്ദം നീ കേൾക്കുവാൻ പോകുന്നു. കാരണം നമ്മുടെ കർത്താവ്, അവനൊരു പേരുണ്ട്. ഹിസ് നെയിം ഈസ് ജയിൽ ബ്രേക്കർ. അവൻ കാരാഗ്രഹങ്ങളെ പൊളിക്കുന്നവനാണ്. സകല അടിമത്തങ്ങൾ തകരട്ടെ, കടഭാരങ്ങളുടേതാകട്ടെ, വേദനകളുടേതാകട്ടെ, നിരാശയുടേതാകട്ടെ, മാനസിക രോഗത്തിൻ്റെതാകട്ടെ, പൈശാചിക ശക്തികളുടേതാകട്ടെ, ക്ഷുദ്ര പ്രയോഗത്തിൻ്റെതാകട്ടെ, സകല ജയിലുകൾ യേശുവിൻ്റെ നാമത്തിൽ പൊളിയട്ടെ. കാരണം കർത്താവ് യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ കുഴിയിൽ ഇറങ്ങി. അവൻ ജയിൽ എന്തെന്ന് അവന് അറിയാം. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ പറയുന്നു, സ്തോത്രം. അതേ മാരണ ഭീതിയിലായിരുന്നവരൊക്കെ അവർ വിടുവിച്ചു. സ്തോത്രം. അതേ സാത്താന്റെ തലയെ തകർത്തു അവൻ ഉയർത്തെഴുന്നേറ്റ്. ഇന്ന് കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം. അടിമത്തത്തിൽ നിന്ന് ദൈവമായ കർത്താവ് നിന്നെ വിടുവിച്ചു. പണ്ട് ആദാം അതേ വീണുപോയി, ആദാം അടിമയായി പോയി. എന്നാൽ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ തക്കണം. ആദാമർക്ക് തുല്യരായി അടിമത്തത്തിൽ കാണപ്പെട്ട നമ്മെ വിടുവിപ്പാൻ യേശു ലോകത്തിലേക്ക് കടന്നു വന്നു. അവൻ ക്രൂശിന്മേൽ മരിച്ചു, സാത്താന്റെ തലയെ തകർത്തു. അതുകൊണ്ട് മേലാൽ സഹോദരനെ നീ അടിമയല്ല, സഹോദരിയെ നീ അടിമയല്ല. പകരം നീ ആരാണ്? അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഈ ജൂൺ മാസം 13-ാം തീയതി ദൈവ മക്കളാകുവാൻ അധികാരം നൽകിയിരിക്കുന്നു. അധികാരം നൽകിയിരിക്കുന്നു. വലത് കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, അധികാരം നൽകിയിരിക്കുന്നു. അടുത്തിരിക്കുന്നവർ നോക്കി പറ, ഞാൻ പഴയ വൈസ്രോയിയാണ്. പറഞ്ഞാട്ടെ, ഞാൻ അധികാരിയാണ്, ഞാൻ പഴയ വൈസ്രോയിയാണ്. ഈ പട്ടണത്തിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ എന്നിലൂടെ നടക്കത്തുള്ളൂ. ഈ ദേശത്ത് എന്തെങ്കിലും ചലിക്കണം, ഈ സംസ്ഥാനത്തിൽ എന്തെങ്കിലും ചലിക്കണമെങ്കിൽ നിന്നിലൂടെ ചലിക്കത്തുള്ളൂ. ആ രാജ്യത്തിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ സ്വർഗം നിന്നിലൂടെ ചെയ്യത്തുള്ളൂ. നിന്നെ ദൈവം തള്ളിക്കളയത്തില്ല, നിന്നെ ദൈവം ബൈപ്പാസ് ചെയ്യത്തില്ല. സ്തോത്രം. കാരണം ദൈവം നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു, ദൈവം നിന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു, ദൈവം നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ദൈവം നിന്നെ ലോകത്തിൽ നിന്ന് അടർത്തി എടുത്തിരിക്കുന്നു, ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ദൈവം നിന്നെ മുന്നമേ കണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടെ, ദൈവം നിന്നെ അതേ സെലക്ട് ചെയ്തിരിക്കുന്നു, ദൈവം നിന്നെ സാങ്ക്ടിഫൈ ചെയ്തിരിക്കുന്നു, ദൈവം നിന്നെ ഡീം ചെയ്തിരിക്കുന്നു, ദൈവം നിന്നെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു, ദൈവം നിന്നെ അനോയിന്റ് ചെയ്തിരിക്കുന്നു, ദൈവം നിന്നെ പ്രീഡെസ്റ്റൈൻ ചെയ്തിരിക്കുന്നു, ദൈവം നിന്നെ ഇൻസ്പയർ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിന്നെ തിരഞ്ഞെടുത്തെന്ന്, ദൈവം നിന്നെ മാറ്റിയെടുത്തെന്ന്, ദൈവം നിന്നെ നിയോഗിച്ചിരിക്കുന്നെന്ന്, ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നെന്ന്. അതുകൊണ്ട് നീ സാധാ വ്യക്തിയല്ല. യെസ്, നീ ദൈവത്തിന്റെ പൈതലാണ്.
ഹല്ലേലൂയ. തല ഉയർത്തി സ്തോത്രം പറഞ്ഞാട്. സ്തോത്രം. അതെ, സ്തോത്രം. നീ ദൈവത്തിന്റെ പൈതലാണ്. അതുകൊണ്ട് ആദാമിനില്ലാത്തൊരു പ്രയോറിറ്റി പുതിയ നിയമത്തിൽ വിശ്വാസിക്ക് ദൈവം നൽകിയിരിക്കുന്നു. ഈ ഭൂമിയിൽ ആദാം സ്തോത്രം ദൈവത്തിന്റെ പ്രസൻസ് ആയിരുന്നെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് മാത്രമല്ല ഉള്ളത്, നമുക്ക് ദൂതന്മാരുടെ സർവീസ് കൂടെയുണ്ട്, നമുക്ക് ദൂതന്മാരുടെ ശുശ്രൂഷ കൂടിയുണ്ട്. എബ്രായർക്ക് ലേഖനം 1-14 വേദപുസ്തകം പറയുന്നു, ദൂതന്മാരുടെ ശുശ്രൂഷ. സേവക ആത്മാവ് എന്നല്ല, സേവക ആത്മാക്കൾ. സ്തോത്രം. എബ്രായർ 1:14 രക്ഷിക്കപ്പെട്ട ഒരുവനെ നോക്കി പറയുകയാണ്, അവർ ഒക്കെയും അവനെന്നല്ല പറയുന്നത്. അങ്ങനെയെങ്കിൽ സ്തോത്രം ഏകവചനം അവർ ഒക്കെയും. അതിനർത്ഥം രണ്ടോ അതിൽ അധികമോ. ഒരു ദൂതനല്ല നിന്റെ അടുക്കൽ നിൽക്കുന്നത്. സ്തോത്രം. രണ്ടോ അതിൽ അധികമോ അവർ ഒക്കെയും രക്ഷ പ്രാപിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെട്ടിരിക്കുന്ന സേവക ആത്മാക്കൾ. ഇന്ന് പകലും ദൂതന്മാരുടെ സ്തോത്രം. അതെ, ദൂതന്മാരുടെ ശുശ്രൂഷയുടെ നടുവിലാണ് ഈ സഭായോഗം മുന്നോട്ട് പോകുന്നത്. ഞാൻ പറയുന്നത് സ്തോത്രം. അതെ, പഞ്ചായത്ത് വാർഡ് മെമ്പറോ മന്ത്രിയോ തന്ത്രിയോ നീ ഇരിക്കുന്ന റൂമിൽ കാണത്തില്ല. പക്ഷെ പുറത്ത് പ്രകാശിച്ച് നിൽക്കുന്ന ആ സൂര്യനേക്കാൾ പ്രഭയുള്ള ദൂതന്മാർ നിന്റെ ഭവനത്തിൽ ഇന്ന് പകൽക്കാലം കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൂതന്മാരുടെ ശുശ്രൂഷയ്ക്കായി സ്തോത്രം. നാഗ്പൂർ എന്ന പട്ടണം മഹാരാഷ്ട്രയിലുണ്ട്. നാഗ്പൂരിലുള്ള ഒരു ദൈവത്തിന്റെ ദാസിന്റെ പേരാണ് പാസ്റ്റർ സുധീർ മാർട്ടിൻ. മിക്കവാറും ബ്രദർ ദിനകരന്റെ സകല ശുശ്രൂഷകൾക്കും ട്രാൻസ്ലേറ്ററായി പോയ ദൈവത്തിന്റെ ദാസനാണ് പാസ്റ്റർ സുധീർ മാർട്ടിൻ. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകന് ഓസ്ട്രേലിയ പോകാനായി സ്തോത്രം ഒരു അവസരം ലഭിക്കുകയുണ്ടായി വൈമാമിന്റെ നേതൃത്വത്തിൽ. സിഡ്നി ഓസ്ട്രേലിയയിൽ അദ്ദേഹത്തിന് കടന്നു പോകണം. ആദ്യത്തെ പ്ലെയിൻ യാത്രയാണ്. അതിനു മുൻപ് ആ കുട്ടി സ്തോത്രം അതേ പ്ലെയിനിൽ കയറിയിട്ടില്ല. അന്ന് അവന് 19 വയസ്സോ മറ്റോ പ്രായം. ആദ്യമായി പ്ലെയിനിൽ കയറുന്നു. സ്തോത്രം. ഓസ്ട്രേലിയയിൽ പോകുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, പരിചയക്കാരാരുമില്ല, സ്നേഹിതരാരുമില്ല, അങ്ങനെ സഹായിക്കണമേ, അങ്ങനെ എന്നോട് കൂടെ ഇരിക്കണമേ. വേദപുസ്തകം പറയുന്നു, യോസഫിനോട് കൂടെ ആരുമുണ്ടായിരുന്നില്ല, ദാനിയേലിനോട് കൂടെ ആരുമുണ്ടായിരുന്നില്ല, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനോട് കൂടെ ആരും കൂടെ ഉണ്ടായിരുന്നില്ല. എവിടെയാണോ നീ ഒറ്റപ്പെടുന്നത് അവിടെ ഇമ്മാനുവേൽ നിന്റെ കൂടെ ഇരിക്കും. ഈ സഹോദരൻ പ്രാർത്ഥിച്ച് സിഡ്നി എയർപോർട്ടിൽ ഇറങ്ങി. സ്തോത്രം. എക്സിറ്റ് പാസ്പോർട്ടിൽ സ്തോത്രം അതെ എന്തുവാ സ്തോത്രം അതെ അവിടെ എമിഗ്രേഷൻ പ്രോസസ് കഴിഞ്ഞു. ലഗേജ് പിക്ക് ചെയ്യാൻ വേണ്ടി സ്തോത്രം നിൽക്കുമ്പോൾ 2 വലിയ പെട്ടിയുണ്ട്. 20 കിലോയുള്ള 2 വലിയ പെട്ടി, ഏകദേശം 7 കിലോയുള്ള ഒരു ബാക്ക് പാക്ക് ഉണ്ട്. ആ സ്തോത്രം 27 കിലോ ലഗേജ്. മാത്രമല്ല അവന്റെ കയ്യിൽ സ്തോത്രം പാസ്പോർട്ടും പേഴ്സും ഇരിക്കുന്നതായ ഒരു അരയിൽ വേറൊരു ചെറിയ ബാഗുമുണ്ട്. ആ പെട്ടി സ്തോത്രം എടുക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ സാമാന്യം നല്ല ഉയരമുള്ള നല്ല സ്റ്റേച്ചറുള്ള ഒരു സ്തോത്രം ഒരു പുരുഷൻ തന്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, സ്തോത്രം എന്റെ പേര് വിളിച്ചു, എന്റെ പേര് ആൻഡ്രൂ എന്നിരിക്കട്ടെ. എന്റെ പേര് ആൻഡ്രൂ ആണെങ്കിൽ സ്തോത്രം ആ വന്ന വ്യക്തി ഇപ്രകാരമാണ് പറഞ്ഞത്, ആൻഡ്രൂ, ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടി അയച്ചിരിക്കുന്നു. ഞാൻ വിചാരിച്ചു OEMCA ഓഫീസിൽ നിന്ന് എന്നെ സഹായിക്കാൻ വേണ്ടി ഇവരിത് അയച്ചിരിക്കുകയാണ്. സ്തോത്രം പറഞ്ഞു, ഈ അഡ്രസ് ആണ് പറഞ്ഞു, എനിക്കറിയാം നീ എവിടെ പോകുന്നെന്ന് എനിക്കറിയാം. ആ വ്യക്തി തന്നെ 2 സ്തോത്രം പെട്ടി എടുത്തു. എന്നിട്ട് അവനെ നോക്കിയിട്ട് പറഞ്ഞു, നീ ഇത്രയും യാത്ര ചെയ്ത് വന്നതല്ലേ, നീ സ്തോത്രം നല്ല ക്ഷീണം നിനക്ക് കാണും, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ബാക്ക് പാക്ക് കൂടെ എനിക്ക് തന്നാട്ടെ. ആ ബാക്ക് പാക്ക് നിർബന്ധിച്ച് അദ്ദേഹം വാങ്ങി 2 പെട്ടി എടുത്തു. എന്നിട്ട് അവന്റെ മുൻപിൽ നടക്കാൻ തുടങ്ങി. സ്തോത്രം. സകല വാതിലുകളും തുറന്നു. അവിടെ നിന്ന് അവർക്ക് പോകേണ്ട സ്ഥലത്ത് ട്രെയിനിലാണ് പോകേണ്ടത്. ആ റെയിൽവേ സ്റ്റേഷന്റെ അരികിൽ എത്തുമ്പോൾ ആ വന്ന അപരിചിതൻ ഇപ്രകാരം പറഞ്ഞു, നിനക്ക് മാത്രം ടിക്കറ്റ് എടുത്താൽ മതി, എനിക്ക് ടിക്കറ്റ് ആവശ്യമില്ല. നിനക്ക് മാത്രം ടിക്കറ്റ് എടുത്താൽ മതി, എനിക്ക് ടിക്കറ്റ് ആവശ്യമില്ല. അവന് മാത്രം ടിക്കറ്റ് എടുത്തു. ആ ടിക്കറ്റ് എടുത്തിട്ട് അവർ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു. നിർദ്ദിഷ്ട ട്രെയിൻ കടന്നു വന്നു. ആ 2 പെട്ടിയും ബാക്ക് പാക്കുമായി ആ സ്തോത്രം അപരിചിതൻ ആ ട്രെയിനിലേക്ക് പ്രവേശിച്ചു. ട്രെയിൻ ഓരോരോ സ്റ്റേഷൻ പിന്നിട്ട് ഏകദേശം സ്തോത്രം 28 മിനിറ്റ് അവർ യാത്ര ചെയ്ത് സ്തോത്രം ഇറങ്ങേണ്ട സ്റ്റേഷനിലെത്തി. അപ്പോഴും ബാക്ക് പാക്കും 2 പെട്ടിയും എടുത്ത് അവനിതാ മുന്നിൽ നടക്കി. അവിടെ നിന്ന് ഏകദേശം 8 മിനിറ്റോളം അവർ നടക്കുമ്പോൾ OMCA എന്ന് ദൂരെ നിന്ന് ഒരു പ്രത്യേക ബോർഡ് കണ്ടു. അതിന്റെ സ്തോത്രം OMCA മെയിൻ ഗേറ്റ്, ആ ബിൽഡിങ്ങിന്റെ മെയിൻ ഗേറ്റിൽ ആ 2 പെട്ടി വെച്ചു. അതിന്റെ സ്തോത്രം മുകളിൽ ആ ബാക്ക് പാക്ക് വെച്ചു. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, സ്തോത്രം, ഓക്കെ, ഞാൻ
ഞാൻ എത്തേണ്ട സ്ഥാനത്ത് നിന്നെ എത്തിച്ചിരിക്കുന്നു. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവൻ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടുമില്ല. സ്തോത്രം. അതെ, എല്ലാം നന്നായിരിക്കുന്നു. നിങ്ങൾ എന്നെ സഹായിച്ചതിന് നന്ദി. സ്തോത്രം. ആ ബാക്ക് പാക്ക് കുനിഞ്ഞ് അദ്ദേഹം സ്തോത്രം ആൻഡ്രൂ, ആ സഹോദരന്റെ പേര് ഞാൻ അങ്ങനെ വിളിക്കുകയാണ്, അവന്റെ ഒറിജിനൽ പേര് ചിലപ്പോൾ അതായിരിക്കത്തില്ല. അവൻ ആ ബാക്ക് പാക്ക് എടുത്തിട്ട് താങ്ക് യു എന്ന് പറവാൻ തിരിഞ്ഞു നോക്കുമ്പോ ആ വ്യക്തിയെ കണ്ടില്ല. ആ ബാക്ക് പാക്ക് എടുത്തിട്ട് താങ്ക് യു എന്ന് പറവാൻ തിരിഞ്ഞു നോക്കുമ്പോൾ സ്തോത്രം, അതെ, ആ വ്യക്തിയെ കണ്ടില്ല. ദൂതന്മാർക്ക് ഓസ്ട്രേലിയയിൽ സഞ്ചരിക്കുന്ന ട്രെയിനിന് ടിക്കറ്റ് എടുക്കണ്ട. ദൂതന്മാർക്ക് ഓസ്ട്രേലിയൻ ട്രെയിനിൽ അതേ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. ഇത് കാലം ആരോ ഒറ്റയ്ക്ക് കേൾക്കുന്നു, ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു. ദൂതന്മാർ നിന്റെ കൂടെ വരും, കാര്യം നടത്തിത്തരും. ദൂതന്മാർ നിന്റെ കൂടെ വരും, കാര്യം നടത്തിത്തരും. നിന്റെ അപ്പന് കഴിയാത്തത്, നിന്റെ അമ്മയ്ക്ക് കഴിയാത്തത്, റെക്കമെൻഡ് ചെയ്യുന്ന ഹൈ ഓഫീസേഴ്സിന് കഴിയാത്തത് ദൈവത്തിന്റെ ദൂതന്മാർ ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന, താമ്രഭിത്തികളെ ഉടയ്ക്കുന്ന, പർവ്വതങ്ങളെ നിരപ്പാക്കുന്ന, ആരും നടന്നിട്ടില്ലാത്ത അത്ഭുതത്തിന്റെ വഴിയെ നിന്നെ കൈപിടിച്ചെത്തിക്കുന്ന ശക്തന്മാരായ ദൂതന്മാർ, വഴിതെറ്റാത്ത ദൂതന്മാർ, സ്തോത്രം, അതേ, നിന്റെ കൂടെ കടന്നു വര്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ഞാൻ ഒറ്റയ്ക്കല്ല. പറ, ഞാൻ ഒറ്റയ്ക്കല്ല. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയത്തില്ല. ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയത്തില്ല. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് താളത്തിന്റെ രണ്ട് പാട്ടും ഇടയ്ക്കിടയ്ക്ക് വലിയ മുറി അന്യഭാഷയും അല്ല. അന്യഭാഷ പറഞ്ഞ് നിർത്തരുതേ. അന്യഭാഷ പറഞ്ഞ് നിർത്തുന്നതല്ല ആത്മീയം. അന്യഭാഷ പറഞ്ഞു തുടങ്ങുന്നതാണ് ആത്മീയ. അന്യഭാഷ പറഞ്ഞു നിർത്തിക്കളയുന്നതല്ല ആത്മീയം. അന്യഭാഷ പറഞ്ഞു തുടങ്ങുന്നതാണ് ആത്മീയം. അന്യഭാഷ പറയുന്നെങ്കിൽ വ്യാഖ്യാനത്തിനായി പ്രാർത്ഥിക്കുക. അന്യഭാഷ പറയുന്നെങ്കിൽ പ്രവചിപ്പാനായി ആഗ്രഹിക്കുക. അന്യഭാഷ പറയുന്നെങ്കിൽ നദി പോലെ ദൈവത്തിന്റെ ആലോചന നിന്നിലൂടെ ഒഴുകട്ടെ. അന്യഭാഷ പറയുന്നെങ്കിൽ കൈവച്ച് രോഗികളെ സൗഖ്യമാക്ക്. അന്യഭാഷ അത് സൂപ്പർ നാച്ചുറലിന്റെ ഡോറത്രേ. പ്രകൃത്യാതീത മണ്ഡലത്തിന്റെ വാതിലിന്റെ പേരാണ് അന്യഭാഷ. പ്രകൃത്യാതീത മണ്ഡലത്തിന്റെ വാതിലാണ് അന്യഭാഷ. ഈ പുസ്തകം പറയുന്ന പുതിയ നിയമത്തിന്റെ വിശ്വാസ ജീവിതം അത് നാച്ചുറൽ അല്ല, അത് സൂപ്പർ നാച്ചുറൽ ആണ്. എത്ര പേർ കേട്ടു? പുതിയ നിയമത്തിന്റെ വിശ്വാസ ജീവിതം അത് നാച്ചുറൽ അല്ല, അത് സൂപ്പർ നാച്ചുറൽ ആണ്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ബോയ്സ് ആൻഡ് ഗേൾസ്, വെൽക്കം ടു ദ ക്ലബ് ഓഫ് സൂപ്പർ നാച്ചുറൽസ്. പ്രകൃത്യാതീത ക്ലബിലേക്ക് സ്വാഗതം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രകൃത്യാതീത ക്ലബിലേക്ക് സ്വാഗതം. അങ്ങേതരെ അവനെ പോലെയും ഇങ്ങേതരെ ഇവനെ പോലെയും നിനക്ക് ജീവിപ്പാൻ കഴിയത്തില്ല. അവർ കാണാത്തത് നീ കാണും, അവർ അനുഭവിക്കാത്തത് നീ അനുഭവിക്കും, അവർ പറയാത്തത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും. അവനെ പോലെയും യവനെ പോലെയും ദൈവമില്ലാത്ത മറ്റവനെ പോലെയും കർത്താവില്ലാത്ത വേറൊരുവളെ പോലെയും നിന്റെ ജീവിതത്തിൽ നടക്കുന്നെങ്കിൽ അതൊരത്ഭുതമാണ്. ഒരിക്കൽ കൂടെ അതേ, ദൈവമില്ലാത്ത മറ്റുള്ളവരെ പോലെ നീ ജീവിക്കുന്നെങ്കിൽ എനിക്കത് ഒരു അത്ഭുതമാണ്. ദൈവമില്ലാത്ത വേറൊരു ജാതിയിൽപ്പെട്ട ഒരുവനെ പോലെ നീ ജീവിക്കുന്നു എങ്കിൽ എനിക്കൊരു അത്ഭുതമാണ്. എന്നാൽ സൂപ്പർ നാച്ചുറൽ വാതിലുകൾ തുറക്കുന്നു എങ്കിൽ, ആ ജോലി സൂപ്പർ നാച്ചുറൽ ആണെങ്കിൽ, ആ അഡ്മിഷൻ സൂപ്പർ നാച്ചുറൽ ആണെങ്കിൽ, ആ ശുശ്രൂഷ സൂപ്പർ നാച്ചുറൽ ആണെങ്കിൽ, ആ സ്തോത്രം, അതേ, ആത്മീയ അനുഭവങ്ങൾ സൂപ്പർ നാച്ചുറൽ ആണെങ്കിൽ അത് നോർമൽ ക്രിസ്ത്യൻ ലൈഫ് അത്രേ. നോർമൽ ക്രിസ്ത്യൻ ലൈഫ് അത്രേ. നോർമൽ ക്രിസ്ത്യൻ ലൈഫിൽ ഫുൾ ഓഫ് സൂപ്പർ നാച്ചുറൽ. നോർമൽ ക്രിസ്ത്യൻ ലൈഫിൽ ഫുൾ ഓഫ് സൂപ്പർ നാച്ചുറൽ. എന്റെ പ്രാർത്ഥന ഇതാണ്, ഈ ദൂത് നാച്ചുറൽ റിലത്തിൽ നിന്ന് സൂപ്പർ നാച്ചുറൽ റിലത്തിലേക്ക് കയറുന്ന ഒരു ഗോവേണിയായിരിക്കട്ടെ. ആരും മിണ്ടുന്നില്ല. ഒരു നാച്ചുറൽ റിലത്തിൽ നിന്ന് ഒരു സൂപ്പർ നാച്ചുറൽ റിലത്തിലേക്ക് കയറുന്ന ഗോവേണിയായി ഇന്ന് പകൽക്കാലം ഈ ദൂതിനെ കർത്താവ് സ്തോത്രം തീർക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, വെൽക്കം ടു സൂപ്പർ നാച്ചുറൽ, വെൽക്കം ടു സൂപ്പർ നാച്ചുറൽ. അത് പറവാൻ മാസങ്ങൾ സമയമെടുക്കും. അതിലൊന്നാണ് ഏഞ്ചലിക് മിനിസ്ട്രി. ലോകത്തിൽ ദൈവം ഉപയോഗിച്ച സകല ഒരു അബവ് ആവറേജ് ലെവലിൽ ദൈവം ഉപയോഗിച്ച സകലരും അനുഭവിച്ച കാര്യമാണ്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് ദൂതന്മാരുടെ ശുശ്രൂഷ. സ്തോത്രം. അതെ, കഴിഞ്ഞ കാലങ്ങളിൽ 2000 വർഷത്തെ ദൈവസഭയുടെ സഭാചരിത്രം നോക്കുമ്പോൾ, ഇന്ന് പകൽ നോക്കുമ്പോഴും എബവ് ആവറേജ് അനോയിന്റിംഗിൽ, എബവ് ആവറേജ് മിനിസ്ട്രിയിൽ നിൽക്കുന്ന സകല ദൈവദാസന്മാർ അനുഭവിച്ച കാര്യമാണ് സ്തോത്രം. അതെ, ഏഞ്ചലിക് മിനിസ്ട്രി, ദൂതന്മാരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. പണ്ടുണ്ടായിരുന്നു ബ്രദർ,
കാലകരണപ്പെട്ടു പോയി ബ്രദർ, സിംഹവാലം കൊരങ്ങനാ ബ്രദർ, വാല് മുറിഞ്ഞു പോയി ബ്രദർ എന്ന് പറയാനല്ല ഞാൻ വന്നത്. എന്റെ കർത്താവ് ഐ വാസ് എന്ന് പറഞ്ഞതല്ല, അവൻ പറഞ്ഞത് ഐ ആം എന്നാണ് പറഞ്ഞത്. ഐ ആം ദാറ്റ് ഐ ആം, ഐ ആം ദാറ്റ് ഐ ആം, ഐ ആം ദാറ്റ് ഐ ആം. അതേ സ്തോത്രം. ദാവീദിന്റെ ദൈവം, ദാവീദ് ദൂതനെ കണ്ടെങ്കിൽ, ഹാനോക്കിന്റെ ദൈവം, സ്തോത്രം, പത്രോസിന്റെ ദൈവം, പൗലൂസിന്റെ ദൈവം, ഈ 2021 ജൂൺ മാസം 6-ാം മാസത്തിൽ നിന്റെ ദൈവമാണ്. എക്സ്പെക്ട് സം എൻജലിക് ഇന്റർവെൻഷൻ. സ്തോത്രം. ദൂതന്മാരുടെ ശുശ്രൂഷ ദൈവത്തിന്റെ കൃപയാൽ വെളിപ്പെടുമാറാകട്ടെ. സേവക ആത്മാക്കൾ ഇരുട്ടിൽ തപ്പുന്നതല്ല ദൈവത്തിന്റെ സഭ. കൃപയിൽ നിന്ന് കൃപയിലേക്ക്, ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക്, ബലത്തിൽ നിന്ന് ബലത്തിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് മുന്നേറുന്നതാണ് ദൈവത്തിന്റെ സഭ. യേശു വരുന്നു സഹോദരങ്ങളെ. യേശു വരുന്നത് ഉണങ്ങിയ സഭയെ ചേർക്കാനല്ല. യേശു വരുന്നത് വിമർശനത്തിന്റെയും തമ്മിൽ തല്ലിന്റെയും സഭയെ ചേർക്കാനല്ല. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 27-ാം വാക്യം. തേജസ്സിന്റെ സഭയെ ചേർപ്പാൻ കർത്താവ് കടന്നു വരികയാണ്. തേജസ്സിന്റെ സഭയെ ചേർപ്പാൻ യേശു കടന്നു വരുന്നു. ഹഗായി 2-ാം അധ്യായം, ഹഗായി 2:6 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, സ്തോത്രമതേ, വരാനുള്ള മഹത്വം പോയ മഹത്വത്തെക്കാൾ നല്ലതാണ്. വരാനുള്ള മഹത്വം പോയ മഹത്വത്തെക്കാൾ നല്ലതാണ്. അർത്ഥം, നിന്റെ മഹത്വം കൂടിക്കൊണ്ടിരിക്കുന്നു. മെയ് മാസത്തിൽ കാണാത്ത മഹത്വം ഈ ജൂൺ മാസത്തിൽ നീ അനുഭവിപ്പാൻ പോകുന്നു. 2020 വെളിപ്പെടാത്ത മഹത്വം 2021 ഓരോ സെക്കൻഡും ദൈവത്തിന്റെ കൃപയാൽ നീ അനുഭവിപ്പാൻ പോകുന്നു. The glory is abounding. അതേ മഹത്വം വർദ്ധിക്കുകയാണ്. ആ മഹത്വം വർദ്ധിക്കുന്ന ഈ നാളുകളിൽ തിരുവചനത്തിന്റെ ആധാരത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, ദൂതന്മാരുടെ ശുശ്രൂഷകളും വർദ്ധിക്കുകയാണ്. ദൂതന്മാരുടെ ശുശ്രൂഷ വർദ്ധിക്കുന്നു. യേശു കർത്താവ് ദൂതന്മാരുടെ ശുശ്രൂഷ അനുഭവിച്ചു. പ്രവാചകന്മാർ ദൂതന്മാരുടെ ശുശ്രൂഷ അനുഭവിച്ചു. അഫ്കോഴ്സ് അപ്പോസ്തലന്മാർ ദൂതന്മാരുടെ ശുശ്രൂഷ അനുഭവിച്ചു. നല്ല പ്രായമുള്ള പക്വതയുള്ള വിശ്വാസികൾ ദൂതന്മാരുടെ ശുശ്രൂഷ അനുഭവിച്ചു. മറിയ പോലെയുള്ള എന്താ കർത്താവെന്ന് നേരെ ചൊവ്വേ അറിയാത്ത യങ് വിശ്വാസി പുതിയ വിശ്വാസി ദൂതന്മാരുടെ ശുശ്രൂഷ അനുഭവിച്ചു. നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു, സ്തോത്രം, അതേ, ദൂതനെ കാണാൻ അല്ലെങ്കിൽ ദൂതന്റെ സാമീപ്യം മനസ്സിലാക്കാനുള്ള യോഗ്യത എന്താണ്? ദൂതന്റെ സ്തോത്രം, അതേ, സാമീപ്യം അനുഭവിക്കാനുള്ള യോഗ്യത എന്താണ്? ഇന്ന് പകൽക്കാലം ബിലെയാമിന്റെ കഴുത കണ്ടിരുന്നെങ്കിൽ, ബിലെയാമിന്റെ കഴുതയെ കണ്ടെങ്കിൽ കഴുത പറഞ്ഞേനെ, എന്നെ പോലെ ജീവിച്ചാൽ മതി. ഏത് കഴുതയ്ക്കും സ്തോത്രം തിരിഹിതമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ദൂതന്റെ സാമീപ്യം അനുഭവിപ്പാൻ കഴിയും. അർത്ഥം, നീ രക്ഷിക്കപ്പെട്ടത് നിന്റെ കഴിവ് കൊണ്ടല്ല, നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത് നിന്റെ കഴിവ് കൊണ്ടല്ല, നീ എന്തെങ്കിലും പ്രാപിച്ചെങ്കിൽ, എന്തെങ്കിലും താലന്തുണ്ടെങ്കിൽ നിന്റെ കഴിവ് കൊണ്ടല്ല, 100% ദൈവത്തിന്റെ കൃപയാണ്. കൃപയാലാണ് ഈ സൂപ്പർ നാച്ചുറൽ നിനക്ക് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അല്ലാതെ നിന്റെ 40 ഇരുന്ന് 21 ഇരുന്ന് 7 തള്ളി അല്ല. സ്തോത്രം, ഇത് കടന്നു വരുന്നത് ശുദ്ധമായ ദൈവത്തിന്റെ കൃപയാലാണ്. സേവക ആത്മാക്കൾ. So let us turn to the word of God. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് നോക്കാം. ആരുടെയും അനുഭവമല്ല, അത് 2-ാം തരമാണ്. 1-ാം തരം എന്നും എപ്പോഴും ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനത്തിൽ ദൂതന്മാർ ചെയ്യുന്നതായ ശുശ്രൂഷ എന്താണ്? 34-ാം സങ്കീർത്തനം 7-ാം വാക്യം എല്ലാവർക്കും കാണാതെ അറിയാം. Psalms 34:7. 34-ാം സങ്കീർത്തനം 7-ാം വാക്യം വേദപുസ്തകം പറയുന്നു, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. ആരും മിണ്ടുന്നില്ലല്ലോ. ഒരിക്കൽ കൂടെ, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി ഈ ജൂൺ 13-ാം തീയതിയും വിടുവിക്കുന്നുവല്ലോ. സ്തോത്രം, ദൂതൻ ഇറങ്ങി വിടുവിക്കുന്നു. നമ്പർ 1, നിനക്കൊരു കെട്ടുണ്ടെങ്കിൽ, നീ ഒരു ബന്ധനത്തിലെങ്കിൽ, ഇന്ന് പകൽക്കാലം വേണമെങ്കിൽ ദൂതനെ ഇറക്കി വിടുവിക്കുന്നവനാണ് ദൈവം. 3 ഉദാഹരണം തൊട്ട് പോകട്ടെ. നമ്പർ 1, സ്തോത്രം, 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ജനം സ്തോത്രം മിസ്രൈമ്യ ബന്ധനത്തിൽ ആയിരുന്നു. 30 ലക്ഷത്തോളം വരുന്ന ജനം, അവരെല്ലാവരും പ്രാർത്ഥിച്ചില്ല, ചിലർ പ്രാർത്ഥിച്ചു. അവരെല്ലാവരും വിശ്വസിച്ചില്ല, ചിലർ വിശ്വസിച്ചു. നിങ്ങളുടെ വീട് പോലെ തന്നെ എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിക്കുന്നില്ല, എല്ലാവരും ഒരുപോലെ പ്രതീക്ഷിക്കുന്നില്ല, എല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം എനിക്ക് അങ്ങനെയുള്ള വീടുകളെ നോക്കി പറയാനുള്ളത്, ചിലർ പ്രാർത്ഥിച്ചാൽ മതി, വിടുതൽ വരുമ്പോൾ പൂർണ്ണ വിടുതൽ കടന്നു വരാം.
ഹല്ലേലൂയ. സ്തോത്രം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, ആ ജനത്തിനെ വിടുവിപ്പാൻ ദൂതനിതാ കത്തുന്ന മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായി. അവിടെ യഹോവയുടെ ദൂതൻ, പുറപ്പാട് 3:2, അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ മോശയ്ക്ക് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നത്, മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. സ്തോത്രം. ദൈവത്തിന്റെ ദൂതൻ കത്തുന്ന മുൾപ്പടർപ്പിൽ നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? 6, 7, 8 വാക്യങ്ങൾ പറയുന്നു. I heard the cry of my people. I have seen their affliction. Now I have come down to deliver my people. എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു. ഇപ്പോൾ ഞാൻ അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. സെയിം ദൂത് ഞാൻ നിന്നെ നോക്കി പ്രവചനാത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ കഷ്ടത ദൈവം കണ്ടു, നിന്റെ കണ്ണുനീർ ദൈവം കണ്ടു, നിന്റെ പ്രാർത്ഥന ദൈവം കണ്ടു, നിന്റെ കാത്തിരിപ്പ് ദൈവം കണ്ടു. നിന്നെ ഈ സെറ്റപ്പിൽ നിന്നൊരു വിടുതൽ തരുവാൻ, നിന്റെ ജയിലിന്റെ അനുഭവത്തിൽ നിന്ന് നിന്നെ പുറത്തെടുക്കുവാൻ, നിന്റെ സർക്കംസ്റ്റാൻസസ് മാറ്റുവാൻ ഇന്ന് പകൽക്കാലം സ്തോത്രം ദൈവത്തിന്റെ ദൂതന്മാർ കടന്നു വരികയാണ്. ഹല്ലേലൂയ. ഇത് മനുഷ്യ ശബ്ദമല്ല, ഇത് പ്രീച്ചറിന്റെ പരിചയമല്ല, പകരം സ്വർഗത്തിന്റെ വിളംബരമാണ്. ഇന്ന് പകൽക്കാലം ഒരു വിടുതലിന്റെ വിളംബരം. ഞാൻ ആവർത്തിക്കുന്നു, വിടുതലിന്റെ വിളംബരം. വിടുതലിന്റെ വിളംബരം. തെക്കോട്ട്, കിഴക്കോട്ട്, വടക്കോട്ട്, പടിഞ്ഞാറോട്ട് ദേശങ്ങൾ വിടുവിക്കപ്പെടുവേണ്ടതിന് വേണ്ടി, കുടുംബങ്ങൾ വിടുവിക്കപ്പെടേണ്ടതിന് വേണ്ടി, വ്യക്തികൾ വിടുവിക്കപ്പെടേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവ് കൽപ്പിക്കുകയാണ്. നിനക്കൊരു വിടുതലുണ്ട്. നിന്റെ സിറ്റുവേഷനിൽ നിന്ന് നിനക്കൊരു വിടുതലുണ്ട്. അതേ ദൂതൻ ഇറങ്ങുമ്പോൾ നിനക്കൊരു വിടുതലുണ്ട്. നമ്പർ 2, 2-ാമത് വേദപുസ്തകം പറയുന്നു, നിലവിളിയിൽ പ്രാർത്ഥനയിൽ ദൂതൻ ഇറങ്ങി വിടുവിച്ചത്. സ്തോത്രം. ദാനിയേൽ 6-ാം അധ്യായം വായിക്കുമ്പോൾ, ദാനിയേൽ സിംഹക്കുടിയിൽ നിന്ന് ദൈവം വിടുവിച്ചു. സിംഹക്കുടിയിൽ നിന്ന്. ആ മ്യൂസിയത്തിന് ഇപ്പുറത്തുള്ളതായ ആ എല്ലും തോലുമായി TV പിടിച്ചതുപോലെ കാണപ്പെടുന്ന സിംഹമല്ല ദാരിയവേശന്റെ സിംഹം എന്ന് പറയുന്നത്. അന്നത്തെ സിംഹത്തിന്റെ ഗുഹ എന്ന് പറയുന്നത് കിണർ പോലെ ആഴമുള്ളതാണ്. അതിൽ വെള്ളം കാണത്തില്ല. ആഴമുള്ളതായ കിണറാണ്. ഒരാളിനെ സിംഹക്കുടിയിൽ കൊണ്ടുവന്നിടുക എന്ന് പറഞ്ഞാൽ കരയിൽ അവനെ വലിച്ചിടുമ്പോൾ തന്നെ ആ സ്തോത്രം ഭിത്തിയിൽ, സൈഡിലുള്ളതായ കിണർ പോലെയുള്ളതായ ഭിത്തിയിൽ ആ മനുഷ്യൻ ഇടിച്ചിട്ട് അവന്റെ എല്ലുകൾ പൊടിഞ്ഞ് ചിലപ്പോൾ അവന്റെ തലകൾ പൊട്ടി ബോധം നശിച്ചവനായിട്ടാണ് അവൻ താഴേക്ക് വീഴുന്നത്. അവൻ നിലം തൊടുന്നതിന് മുൻപ് തന്നെ സ്തോത്രം അതേ സിംഹങ്ങൾ അവനെ നിലം തൊടാൻ അനുവദിക്കത്തില്ല. അതിനു മുൻപ് തന്നെ അവനെ പിച്ചി ചീന്തിക്കളയും. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദാനിയേലിന്റെ മുൻപിൽ പോയ ഒറ്റയെണ്ണം നിലം തൊടുന്നതിന് മുൻപ് സിംഹങ്ങൾ പിച്ച് ചീന്തിക്കളഞ്ഞു. അവരെല്ലാം സൈഡിൽ ഇടിച്ച് സിംഗിൾ പീസ് ആയിട്ടല്ല, ചിലപ്പോൾ തകർന്നും ഉടഞ്ഞുമായിരിക്കാം നിലത്ത് വീണത്. എന്നാൽ വേദ പുസ്തകം പറയുന്നു, നിനക്ക് മുൻപേ പോയ ഒത്തിരി എണ്ണം തകർന്ന് കാണും, നിനക്ക് മുൻപേ പോയ ഒത്തിരി എണ്ണം താളടിയായി കാണും. പക്ഷെ ഇന്ന് പകൽക്കാലം അടുത്തിരിക്കുന്നു നോക്കി പെട്ടെന്ന് പറ, ഞാൻ അവരെ പോലെയല്ല. അഡ്രസ് മാറിയാ ചെകുത്താനെ കളിക്കുന്നത്, ആള് മാറിയാ കളിക്കുന്നത്. കാണും വേദ പുസ്തകം പറയുന്നു, ഇറങ്ങേണ്ടവൻ ഇറങ്ങി നിൽക്കുകയാണ്. MLA അല്ല, MP അല്ല, ശക്തനായ ദൈവത്തിന്റെ ദൂതൻ ആ സിംഹത്തിന്റെ ഗുഹയിൽ ഇറങ്ങി നിൽക്കുന്നു. 6:22 വായിക്കുമ്പോൾ ദാരിയവേശ് രാജാവിനോട് ദാനിയേൽ പറയുകയാണ്, സിംഹങ്ങൾ എനിക്ക് കേട് വരാതിരുത്തേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച്, എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച്, എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായെ അടച്ചു കളഞ്ഞു. കണ്ടിട്ടില്ലേ നല്ല ക്രിക്കറ്റ് അതേ ബൗളേഴ്സ് ആ ബോൾ പിടിക്കുന്ന ലാഘവം, നല്ല ക്രിക്കറ്റ് ബൗളേഴ്സ് ആ ബോൾ പിടിക്കുന്ന ലാഘവം എന്നതുപോലെ ദൂതൻ അവിടെ കാത്തിരുന്നു. കാര്യമെന്താ? ദാനിയേൽ പ്രാർത്ഥിക്കുന്നവനാണ്. മൂന്നാമതൊരിക്കൽ കൂടെ ദാനിയേൽ പ്രാർത്ഥിക്കുന്നവനാണ്. ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കുമ്പോൾ ദൂതന്മാരെ നീ റിലീസ് ചെയ്യുകയാണ്. വാടച്ച മിണ്ടാപ്രാണിക്കല്ല ദൂതൻ ഇറങ്ങുന്നത്. വാ തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൂതന്മാർ സ്തോത്രം അതേ നിനക്കായി റിലീസ് ആകുകയാണ്. അതേ ദാനിയേൽ പ്രാർത്ഥിക്കുമ്പോൾ ദൂതൻ അവനെ ഇറങ്ങി നിന്നു. ഓ ദൈവം പറഞ്ഞു, എന്റെ ദാസൻ വരും. അവനെ സൈഡിൽ ഇടിക്കാൻ ദൈവം സമ്മതിച്ചില്ല. അവന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഉണ്ടായില്ല. അടുത്ത വാക്യം പറയുന്നു, 23-ാം വാക്യം വായിക്കുമ്പോൾ ദാനിയേൽ ഗുഹയിൽ നിന്ന് കയറ്റി. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു സ്തോത്രം അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചു
സ്പർശിച്ചിരുന്നത് കൊണ്ട് there was not a single injury found in his body, not even a single injury found in his body. മലയാള ബൈബിൾ പറയുന്നു അവന് ഏതൊരു കേടും പറ്റിയതായി കണ്ടില്ല, ഒരു മുറിവ് പറ്റിയില്ല, ഒരു കോറൽ പറ്റിയില്ല, ഒരു കേടും പറ്റിയില്ല. Come on, in Jesus name. വായു തുറന്ന് നിൽക്കുന്ന സിംഹങ്ങളെ, ഞാൻ വഴിമാറത്തില്ല. എനിക്ക് മുൻപ് വഴിമാറാത്ത വേറൊരു സിംഹം നടക്കുന്നുണ്ട്. എനിക്ക് മുൻപേ വഴിമാറാത്ത, റിവേഴ്സ് ഗിയർ ഇടാത്ത വേറൊരു സിംഹം നടക്കുന്നുണ്ട്. ഉയർന്നു നിൽക്കുന്നതായ സകല വെല്ലുവിളികളെയും, വായു പിളർന്ന് നിൽക്കുന്ന സകല ശക്തികളെയും അവൻ വായടക്കട്ടെ. ദൂതനെ അയച്ച് വിടുവിക്കുന്നവനായ ദൈവം. നമ്പർ 3, ദൂതനെ അയച്ച ദൈവം വിടുവിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സഭ ഫേസ്ബുക്കിൽ കുത്തി തിരിക്കുകയല്ല, സഭ മുട്ടിന്മേൽ നിൽക്കുകയാണ്. സഭ വാട്സപ്പിൽ ഫോർവേഡ് ചെയ്യുകയല്ല, സഭ മുട്ടിന്മേൽ നിൽക്കുകയാണ്. ഈ തലമുറയിൽ ദൈവസഭ മുട്ടിന്മേൽ നിൽക്കട്ടെ. അടുത്തിരിക്കുന്നത് നോക്കി പറ, മുട്ടിൽ തഴമ്പുണ്ടാക്ക്. ഹല്ലേലൂയ, മുട്ടിൽ തഴമ്പുണ്ടാക്ക്. ഞാൻ പറയുന്നത് സ്തോത്രം, ആയുർവേദിക് സുഖ ചികിത്സയോ മസാജിങ്ങോ അല്ല. ഞാൻ പറയുന്ന പ്രാർത്ഥന, പ്രാർത്ഥന, പ്രാർത്ഥന. ജീവിതത്തിൽ മറ്റൊരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത പോലെ പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ ഒരിക്കലും അന്യഭാഷ പറഞ്ഞിട്ടില്ലാത്ത പോലെ അതേ അന്യഭാഷ പറയണം. അങ്ങനെയെങ്കിൽ പേപ്പറിൽ അച്ചടിച്ചു വരുന്നതായ ചില സ്റ്റോറികൾ ഉണ്ടാകും. അത് ദൂതന്മാർ ദൈവത്തിന്റെ ജനത്തെ വിടുവിക്കുന്ന സൂപ്പർ നാച്ചുറൽ സ്റ്റോറികളായിരിക്കും. കാരണം നമ്മൾ ജീവിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലാണ്. നീ ദൈവസഭ, ഇന്ത്യൻ ദൈവസഭ ജീവിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലാണ്. അപ്പോസ്തല പ്രവൃത്തിയിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ നിശ്ചയം 1000-1000-ആയി 10,000-10,000-ആയി ദൈവത്തിന്റെ ദൂതന്മാർ ഇന്നും ദൈവത്തിന്റെ ദാസന്മാരുടെ വിടുതൽ വേണ്ടി, ദൈവജനത്തിന്റെ വിടുതൽ വേണ്ടി ഇറങ്ങി വരിക തന്നെ ചെയ്യുക. സഭ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. പത്രോസ് സ്തോത്രം ജയിലിലാണ്, അവന്റെ കൈ ചങ്ങലയിലാണ്. 24 മണിക്കൂറും ആ സ്തോത്രം അതേ പട്ടാളക്കാർ പത്രോസിനെ നോക്കിയിരിക്കുകയാണ്. 24 മണിക്കൂറും പത്രോസിനെ നോക്കിയിരിക്കുകയാണ്. അവർ ഉറങ്ങുന്നില്ല. 4 സ്ക്വയർ സ്തോത്രം, 4 സ്കോർ അതേ ഗോഡിൽ അവനെ ഇതാ സ്തോത്രം സൂക്ഷിച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ വേദ പുസ്തകം പറയുന്നു, ആ ഭടന്മാരെ, ആ പട്ടാളക്കാരെ ഉറക്കി. ദൂതൻ ഇറങ്ങി, ചങ്ങലകൾ അഴിഞ്ഞു, വാതിലുകൾ താനിയെ തുറന്നു. ഇന്ന് പകൽക്കാലം ഏത് യുവാവിനോടാണ് ഞാൻ പ്രവചിക്കുന്നത്? ഏത് യുവതിയോടാണ് ഞാൻ പ്രവചിക്കുന്നത്? ദൈവം ഇറങ്ങുമ്പോൾ, ദൈവം തന്റെ ദൂതനെ അയക്കുമ്പോൾ നിന്റെ ചങ്ങലകൾ പൊട്ടി മാറുന്നു. നിന്റെ ചങ്ങലകൾ ടുഡേ റൈറ്റ് നൗ ഇൻ ജീസസ് നെയിം നിന്റെ ചങ്ങലകൾ പൊട്ടി മാറുന്നു. നിന്റെ ചങ്ങലകൾ ഉടയുന്നു, വാതിലുകൾ തുറക്കുന്നു. സൂപ്പർ നാച്ചുറലി എസ്കേപ്പ്. ആ മന്ത്രവാദി നിന്നെ നോക്കുമ്പോൾ അവരെ കാണുകയില്ല. ആ തന്ത്രശാലി നിന്നെ നോക്കുമ്പോൾ അവന് പിടിപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. അവൻ നിന്നെ വിളിക്കുമ്പോൾ, ഭൂതം നിന്നെ വിളിക്കുമ്പോൾ, നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ നിന്റെ പരിധിക്ക് പുറത്താണ്. കാരണം അവൻ ദൈവത്തിന്റെ പരിധിക്കകത്താണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാരെ അയച്ച് ഇന്നും ദൈവമായി കർത്താവ് തന്റെ ജനത്തെ വിടുവിക്കുന്നു. ഗെറ്റ് റെഡി. ഒരുങ്ങിക്കോ. അടുത്തിരിക്കുന്ന എല്ലാവരും നോക്കി പറഞ്ഞാട്ടെ, ഒരുങ്ങിക്കോ. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിനെ വിടുവിപ്പാൻ ഇറങ്ങിയ ദൈവത്തിന്റെ ദൂതൻ, ദാനിയേൽ വിടുവിപ്പാൻ ഇറങ്ങിയ ദൈവത്തിന്റെ ദൂതൻ, അതേ സഭയുടെ ഏർലി സ്റ്റേജിൽ പത്രോസിനെ വിടുവിപ്പാൻ ഇറങ്ങിയ ദൈവത്തിന്റെ ദൂതൻ, ആ ദൂതൻ തിരുവനന്തപുരത്തിന്റെ തെരുവിൽ ഇതാ നടന്നു തുടങ്ങുകയാണ്. ഞങ്ങൾ ഏത് സിറ്റിയിൽ ഇരുന്നാണോ കേൾക്കുന്നത്, ആ പട്ടണത്തിന്റെ തെരുവിൽ അതേ ദൂതൻ ദൈവിക വിടുതലിന് വേണ്ടി സൂപ്പർ നാച്ചുറലായി വിടുതലിന് വേണ്ടി ദൈവത്തിന്റെ ദൂതൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. സേവക ആത്മാക്കൾ, സേവ ശുശ്രൂഷ എന്തോ സേവയാണ് രണ്ടാമതായി വെളിപ്പെടുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വേദപുസ്തകം പറയുന്നു. ഒരു മുറിവേറ്റ ദൈവദാസനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു മുറിവേറ്റ ദൈവദാസനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അവൻ പറഞ്ഞു, എന്റെ ശുശ്രൂഷ കഴിഞ്ഞു, എനിക്കൊരു ശുശ്രൂഷ ഇല്ല, ഇനി ഒരു പ്ലാറ്റ്ഫോം വേണ്ട, എനിക്ക് ആരെയും കാണണ്ട, എനിക്കും ആരെയും കാണണ്ട, അവരെന്നെ കാണണ്ട, ഞാനും അവരെ കാണണ്ട. സ്തോത്രം. ഇൻവേർഡ് പേഴ്സണാ, ഇൻട്രോവേർട്ടായി സമൂഹത്തിൽ നിന്ന് ഉൾവലിഞ്ഞ് അവൻ മരുഭൂമിയിൽ കിടക്കുന്നു. എന്നെ ആരും കാണണ്ട. സ്തോത്രം. ആരെയും എനിക്കും കാണണ്ട, ആരും എന്നെയും കാണണ്ട എന്നാരെങ്കിലും പറയുന്നുവെങ്കിൽ നിന്റെ നിരാശയുടെ ഇരുണ്ട ജയിൽ ഇന്ന് പകൽക്കാലം പൊളിഞ്ഞു വീഴുകയാണ്. നിന്നെ എല്ലാവരും കാണാൻ പോവുക. ഏലിയാവ് പണ്ട് പറഞ്ഞു, എന്നെ ആരെയും കാണണ്ട. വെളിപ്പാട് 11 പറയുന്നു, ലോകം മുഴുവൻ അതേ ഏലിയാവിനെ കാണുവാൻ പോകുകയാണ്.
യേശുവിന്റെ നാമത്തില്. മുറിവേറ്റ പ്രാസംഗിനെ, മുറിവേറ്റ ദൈവദാസനെ, നിന്റെ പേരിൽ ഈ അന്ത്യകാലത്ത് ശക്തമായ ഒരു കൊയ്ത്തുണ്ട്. അതിനായി ദൂതൻ ഇറങ്ങിയാണ്. നമ്പർ 2, ദൂതന്റെ രണ്ടാമത്തെ ശുശ്രൂഷയുടെ പേരാണ് സ്തോത്രം. അതെ, he will provision, godly provision. ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുകയാണ്. നിരാശ കുടിയിൽ കിടന്ന് സ്തോത്രം തകർന്നിരുന്ന ഏലിയാവിന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്ന് ഇതാ വേദപുസ്തകം പറയുന്നു, അവനെ തട്ടി എഴുന്നേൽപ്പിച്ച് എഴുന്നേറ്റ് തിന്നുക. 5-ാം വാക്യ തട്ടി എഴുന്നേൽപ്പിച്ച് സ്തോത്രം പറയുകയാണ്, എഴുന്നേറ്റ് തിന്നുക. വേദപുസ്തകം പറയുന്നു, അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിൽ മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു. ആട വന്നത് അപ്പുറത്തെ തട്ടുകടയെന്നല്ല, ആട വന്നത് അപ്പുറത്തെ സ്തോത്രം ഇസബേലിന്റെ അടുക്കളയിൽ നിന്നല്ല, ആട വന്നത് ഭൂമിയിൽ നിന്ന് അല്ലേയല്ല, ആട വന്നത് സ്വർഗത്തിൽ നിന്നാണ്. ഏലിയാവേ, നിന്റെ സീസൺ മാറുകയാണ്. നീ ഭൂമിയുടേത് തിന്നത് മതി. വീട്ടിലെ അപ്പം നീ തിന്നു. ആ വിധവയുടെ വീട്ടിലെ അപ്പം നീ തിന്നു. നീ നിരാശപ്പെട്ടു പോയി. കൊട്ടാരത്തിലെ അപ്പം കെരിത് തോട്ടിന്റെ കരയിൽ വെച്ച് കാക്ക കൊണ്ടുവന്ന് കൊടുത്തു. നീ വാടിപ്പോയി. കൊട്ടാരത്തിന്റെ അപ്പം തിന്നാലും നീ വാടും, വീട്ടിലെ അപ്പം തിന്നാലും നീ വാടും. കൊട്ടാരത്തിലെ അപ്പം തിന്നാലും നീ തളരും. വീട്ടിലെ അപ്പം തന്നാലും തളരും. കൊട്ടാരത്തിലെ അപ്പം തിന്നാലും നിനക്ക് നിരാശ വരും. അതെ, വീട്ടിലെ അപ്പം തിന്നാലും നിനക്ക് നിരാശ വരും. പക്ഷെ ഗ്യാരണ്ടിയായി സ്വർഗത്തിലെ അട തിന്നാൽ, സ്വർഗത്തിന്റെ ജീവജലം കുടിച്ചാൽ നീ ക്ഷീണിക്കത്തില്ല, നീ തളർന്നു പോകത്തില്ല. വേദപുസ്തകം പറയുന്നു, ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേബോളം എത്തുന്നത് വരെ അവൻ ക്ഷീണിക്കാതെ നടക്കുകയുണ്ടായി. സ്തോത്രം. ദൈവത്തിന്റെ പർവ്വതമാകാ ഹോരേബ് എത്തുവോളം അവൻ ക്ഷീണിക്കാതെ നടന്നു. എത്ര പേര് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ പറയുന്നു, അതെ, എനിക്ക് ക്ഷീണിക്കാതെ നടക്കണം, എനിക്ക് ക്ഷീണിക്കാതെ ഓടണം, എനിക്ക് ക്ഷീണിക്കാതെ പ്രസംഗിക്കണം. ഞാൻ പ്രസംഗിക്കുമ്പോ എന്ന് പോലും പറയാതെ ഇൻ ജീസസ് നെയിം ഒരു യുദ്ധ കുതിര പോലെ, ഒരു യുദ്ധ കുതിര പോലെ എനിക്ക് മുന്നോട്ട് ഓടണം. ഞാൻ മുറിവേറ്റ് കാണും. പക്ഷേ ഉറങ്ങുന്ന ദൈവദാസന്മാരെക്കാൾ, വീണ ദൈവദാസന്മാരെക്കാൾ മുറിവേറ്റ ദൈവദാസന്മാർ ഇന്ന് പകലും ഒത്തിരി ഡേഞ്ചറസ് ആണ്. മുറിവേറ്റ ദൈവദാസന്മാർ ഒത്തിരി ഡേഞ്ചറസ് ആണ്. അർത്ഥം, മുറിവേറ്റ സിംഹങ്ങൾ ശത്രുവിനെ ഏതവനെ കണ്ടാൽ കീറുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത് പോലെ ഒരുങ്ങിക്കോ. പിശാചിനാൽ മുറിവേറ്റവർ, പിശാച് ഉറക്കിയവരെക്കാൾ ഒത്തിരി സ്തോത്രം അതെ ഡേഞ്ചറസ് ആണ്. ദലീലമാരുടെ മടിയിൽ ഉറങ്ങുന്ന സകലയിടവും ഇന്ന് പകൽക്കാല സടകുടഞ്ഞ് എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദലീലമാരുടെ പാപത്തിന്റെയും സ്തോത്രം പണത്തിന്റെ പിന്നാലെ പോയി ദൈവകൃപ നഷ്ടപ്പെട്ട് ഉറങ്ങുന്ന സകല എണ്ണവും ഇന്ന് പകൽക്കാലം എഴുന്നേൽക്കട്ടെ. 8-ാം വാക്യം, അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ച് ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. ക്ഷീണിക്കാത്ത നടപ്പ്, തളരാത്ത നടപ്പ്, ക്ഷീണിക്കാത്ത നടപ്പ്, തളരാത്ത നടപ്പ്. Only because of the ministry of angels, ദൈവത്തിന്റെ ദൂതൻ കൊണ്ടുപോയി കൊടുത്തതായ ആ അടയും ആ വെള്ളവ്. ഇന്നും വേണമെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങളെ സൽക്കരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ സൽക്കാരം ഏറ്റെടുക്കുന്നു. ഇല്ലെങ്കിൽ വേണമെങ്കിൽ ദൂതൻ സൽക്കരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ ഭവനത്തിൽ ദൂതന്മാർ സൽക്കാരം ഏൽക്കുന്ന സ്തോത്രം. അതുകൊണ്ടാണ് എബ്രായലേഖനം 13-ാം അധ്യായം പറയുന്നത്, സ്തോത്രം, അതിഥി സൽക്കാരം മറക്കരുത്. ഹല്ലേലൂയ. മിണ്ടുന്നില്ലല്ലോ. അതിഥി സൽക്കാരം മറക്കരുത്. എൻ്റെ വീട്ടിൽ ഞാൻ ആരും കയറ്റത്തില്ല എന്ന് പറയല്ല. സ്തോത്രം. അങ്ങനെയല്ല അബ്രഹാം പറഞ്ഞത്. അബ്രഹാം ദൂതന്മാരെ സൽക്കരിച്ചു. എന്നാൽ ഇവിടെ ഇതാ ഏലിയാവിനെ ദൂതൻ സൽക്കരിച്ചു. ഇന്നും ദൈവകൃപയാൽ സംഭവിക്കുന്നു. ഒരു സഹോദരിയുടെ സാക്ഷ്യം ഞാൻ വായിക്കുകയുണ്ടായി, കേൾക്കുകയുണ്ടായി. അവിടെ തന്നെ സാക്ഷ്യം, സ്തോത്രം, അത് കേൾക്കുകയുണ്ടായി. ഒരു വിധമയായ ഒരു യൗവനക്കാരിയാണ്. അവിടെ മൂത്ത മകന് 8 വയസ്സ് പ്രായം, രണ്ടാമത്തെ മകന് ഏകദേശം 5 വയസ്സിലധികം പ്രായം. സ്തോത്രം. ഭർത്താവ് മരിച്ചുപോയി. ദരിദ്രയിൽ അങ്ങേയറ്റത്ത ദരിദ്രയാണ്. അമേരിക്കയാണ് സ്ഥലം. അവൾക്ക് നേരെ ജോലിയൊന്നുമില്ല. ഒരു താങ്ക്സ് ഗിവിംഗ് ഡേ കടന്നു വന്നു. താങ്ക്സ് ഗിവിംഗ് ഡേ എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർക്ക് ഭയങ്കര സന്തോഷമാണ്. അവർക്ക് ഭയങ്കര സ്തോത്രം ആഘോഷം സമയമാണ് താങ്ക്സ് ഗിവിംഗ് ഡേ. പക്ഷേ അവൾ നോക്കുമ്പോൾ ഈ താങ്ക്സ് ഗിവിംഗ് ഡേക്ക് ടർക്കിയാണ് കൊടുക്കേണ്ടത്. ടർക്കി എന്ന് പറയുന്നത് മറ്റേ ഇറാന്റെ അപ്പുറത്തെ ടർക്കി അല്ല ഞാൻ പറഞ്ഞത്, കോഴിയുടെ വലിയ രൂപമാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. ടർക്കി മേടിക്കണം, അതിനാവശ്യമുള്ള പ്രത്യേക ആഹാരം ഉണ്ടാക്കണം. പക്ഷേ എൻ്റെ പേഴ്സ് കാലിയാണ്, എൻ്റെ ബാങ്ക് അക്കൗണ്ട് കാലിയാണ്, എൻ്റെ ഫ്രിഡ്ജ് കാലിയാണ്. ഫ്രിഡ്ജിൽ ആഹാരമില്ല, പേഴ്സിൽ സ്തോത്രം പൈസയില്ല. താങ്ക്സ് ഗിവിംഗ് ഡേ വരുന്നു. ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും കുട്ടികളും വളരെ ആഘോഷപൂർവ്വമായിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇല്ലല്ലോ. ആ അമ്മയുടെ ഉള്ളം പെടഞ്ഞു. അവൾ
ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഈ പിള്ളേര് സ്തോത്രം അതേ തന്നെ കൂടുതൽ എന്തെങ്കിലും ആഹാരം എന്താ അല്ലെങ്കിൽ വല്ലോ മേടിച്ചതാ എന്ന് പറഞ്ഞ് ശല്യം ഉണ്ടാക്കാതിരിക്കാൻ അവൾ എന്ത് ചെയ്തു? സ്തോത്രം അടുത്ത പാർക്കിൽ പോയി പിള്ളേരെ കളിക്കാൻ അനുവദിച്ചു. അപ്പൊ അതിന് പൈസ കൊടുക്കണ്ടല്ലോ. സ്തോത്രം അതെ. അങ്ങനെ ആ പിള്ളേര് ഭയങ്കരമായിട്ട് അവിടെ ചാടി മറിഞ്ഞ് ഓടി കളിച്ചു. കൂനിന്മേൽ കുരു വന്നതുപോലെ യോമാര് തളർന്നപ്പോ പറഞ്ഞു, മാമി വിശക്കുന്നു. ആഹാരം എന്താ? സ്തോത്രം. മമ്മി വിശക്കുന്നു, ആഹാരം എന്താ? സ്തോത്രം. അമ്മ പറഞ്ഞു, വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. പോകുന്ന വഴിക്ക് അവൾ പ്രാർത്ഥിച്ചു, കർത്താവേ സ്തോത്രം, എൻ്റെ പിള്ളേർക്ക് കൊടുക്കുക ഒന്നുമില്ല, എനിക്കും വിശപ്പുണ്ട്, എൻ്റെ മക്കൾക്കും വിശപ്പുണ്ട്. അവളതാ സ്തോത്രം പഴയ ഒരു ചെത്ത് പൊളിഞ്ഞ ഒരു പഴയ അപ്പാർട്ട്മെൻറ്റിലാണ് അവൾ പാർക്കുന്നത്. ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് അവളിങ്ങനെ കയറി 1, 2, 3 സ്റ്റെപ്പ് വെക്കുമ്പോൾ സ്തോത്രം അപ്പുറത്തെ താഴത്തെ നിലയിലൊരു അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു മധ്യവയസ്കയായ ഒരു അമ്മച്ചി ഇറങ്ങി വന്നിട്ട്, ഒരു 50 വയസ്സോളം പ്രായം കാണും, അവൾ ഇറങ്ങി വന്നിട്ട് ഇപ്രകാരമാണ് പറഞ്ഞത്. അവളെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, സ്തോത്രം ദയവായി വന്നാട്ടെ, ഞാനിതാ താങ്ക്സ് ഗിവിംഗ് മീൽ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക, നിൻ്റെക്കും നിൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക. അവൾ പറഞ്ഞു, അയ്യോ നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല, പരിചയമില്ല, പക്ഷെ പേര് പറഞ്ഞു. എന്നിട്ട് പിള്ളേരുടെ പേര് സ്തോത്രം വന്നതായ ആ അമ്മച്ചി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായ വിഭവങ്ങൾ ഇതല്ലേ മക്കളെ? ആ ഇഷ്ടമുള്ള വിഭവങ്ങൾ ആ ചെറുക്കന്മാരടുത്ത് പറഞ്ഞപ്പോ അവന്മാർക്ക് ഫുഡ് റിവൈവലായി. ചിലരുടെ റിവൈവലിന്റെ പേര് ഫുഡ് റിവൈവലാണ്. ചിലർ കാണുമ്പോഴേ നമുക്കറിയാം ഫുഡ് റിവൈവലിലാണ് അവർ ജീവിക്കുന്നത്. അത് സ്തോത്രം അതെ. ആ ഇഷ്ടപ്പെട്ട വിഭവം പറഞ്ഞപ്പോ ചെറുക്കന്മാർ പറഞ്ഞു, ആ മമ്മി ബാ നമുക്ക് പോകാം. സ്തോത്രം. അമ്മയ്ക്ക് വേറെ നിർവാഹമില്ല. ആ വീട്ടിലേക്ക് അവർ പ്രവേശിച്ചപ്പോൾ സ്തോത്രം നല്ലൊരു അപ്പാർട്ട്മെന്റ്, നല്ല ഫർണിച്ചർ, സ്തോത്രം ആ ഡൈനിങ് ടേബിൾ നിറയെ ഫുഡ് കൊണ്ട് നിറച്ചിരിക്കണം. വിഭവ സമൃദ്ധമായ ആഹാരം കൊണ്ട് നിറച്ചിരിക്കുന്നു. സ്തോത്രം. അവരിരുന്നു പ്രാർത്ഥിച്ചു കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഈ അമ്മച്ചി എഴുന്നേറ്റ് വീണ്ടും അടുക്കളയിലേക്ക് പോയി അവർക്ക് ഇഷ്ടപ്പെട്ടതായ വേറെ ചില ഡിഷ് കൂടെ കൊണ്ടുവരികയാണ്. സ്തോത്രം. 1.5 മണിക്കൂർ ഇരുന്ന് അവരെ ഭക്ഷണം കഴിച്ചു. 1.5 മണിക്കൂർ. കർത്താവേ ദേവന്മാർ 1.5 മണിക്കൂർ സഭായോഗത്തിന് ഇരിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അല്ല വയറൊന്നും അടയാൻ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. കർത്താവേ തുറന്നിരിക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. 1.5 മണിക്കൂർ അവരെവിടെ ഇരുന്ന ഭക്ഷണം കഴിച്ചു. 1.5 മണിക്കൂർ ഇരുന്ന ഭക്ഷണം കഴിച്ചു. എന്നിട്ട് സ്തോത്രം അമ്മച്ചി പ്രകാരം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭക്ഷണം ഒരുപക്ഷെ കാണത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് കണ്ടെയ്നറിൽ കുറച്ച് ആഹാരം അടുത്ത ദിവസങ്ങൾക്കുള്ള മുഴുവൻ പാക്ക് ചെയ്ത് അവളെ കയ്യിലും അവളെ പിള്ളേരെ കയ്യിലും കൊടുത്തു വിട്ടു. അവർ വീട്ടിലേക്ക് എത്തി. സ്തോത്രം. കുളിച്ചു, പ്രാർത്ഥിച്ചു, സുഖമായി ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെയായി. ആ പാത്രങ്ങൾ കണ്ടെയ്നർ അത് തിരിച്ചു കൊടുക്കണമല്ലോ, തിരിച്ചു കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞ് അവളിതാ സ്തോത്രം ആ കണ്ടെയ്നേഴ്സ് എടുത്ത് താഴേക്ക് നടന്നു വന്ന് ആ ഇന്നലെ ഭക്ഷണം കഴിക്കാൻ പോയ ആ ഡോറിൽ ബെല്ലടിച്ചു. ഡോറ് തുറക്കുന്നില്ല. സ്തോത്രം. ഡോറ് തുറക്കാത്തപ്പോൾ അവൾ ജനലിലൂടെ നോക്കുമ്പോൾ ഹേ, ഇന്നലത്തെ ടേബിൾ എന്തിയേ, ഇന്നലത്തെ സോഫ എന്തിയേ, ഇന്നലത്തെ കസേര എന്തിയേ? ഒന്നുമില്ല. സ്തോത്രം. ആ അപ്പാർട്ട്മെന്റ് മുഴുവൻ ശൂന്യമായിരിക്കുന്നു. 100% അപ്പാർട്ട്മെന്റ് ശൂന്യമായിരിക്കുന്നു. അവൾ നേരെ അടുത്ത മാനേജറിന്റെ അടുക്കിലേക്ക് പോയി. ആ മാനേജറിന്റെ അടുക്കിലേക്ക് പോയിട്ട് പറഞ്ഞു, സ്തോത്രം അത് ഇത്ര നമ്പർ ബെഡ്റൂമിൽ ഇത്ര നമ്പർ അതേ അപ്പാർട്ട്മെന്റിൽ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നല്ലോ, അവരെവിടെ പോയി? അത് മുഴുവൻ കാലിയായിരിക്കുന്നു. മാനേജർ, നിങ്ങൾ എന്നെ ചിലരെ സൂക്ഷിച്ചു നോക്കുന്നത്, എല്ലാവരും അല്ല, ചിലരെ സൂക്ഷിച്ചു നോക്കുന്നത് പോലെ ആ മാനേജർ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് ഇങ്ങനെയാണ് സ്തോത്രം. മാനേജർ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ ഓക്കെ ആണോ? നീ എന്തെങ്കിലും മരുന്ന് മാറിക്കഴിച്ചോ? അവൾ പറഞ്ഞു, നോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ചോദിച്ച ഇന്നലെ എനിക്കും എൻ്റെ മക്കൾക്കും ആ അപ്പാർട്ട്മെന്റില് സ്തോത്രം താങ്ക്സ് ഗിവിംഗ് ഫുഡ് ഒരു അമ്മച്ചി തന്നു. ആ മാനേജർ പറഞ്ഞു, നിനക്ക് തെറ്റിപ്പോയി. കാരണം കഴിഞ്ഞ 15 ആഴ്ചയായി ആ അപ്പാർട്ട്മെന്റ് കാലിയാണ്, അവിടെ ആരും താമസിക്കുന്നില്ല, അത് ശൂന്യമാണ്. ഓ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു വിധവയുടെ, ഒരു അനാഥയുടെ ഒരു പ്രാർത്ഥന കേട്ടിട്ട് ദൈവം തന്റെ ദൂതനെ ഇറക്കി ഇന്നും സൽക്കരിക്കുന്ന ബെർശേബ മലഞ്ചെരുവിൽ കിടന്നതായ, ബെർശേബ മരുഭൂമിയിൽ കിടന്നതായ ഏലിയാവിന്റെ ഒറ്റപ്പെട്ട അവസ്ഥ കണ്ടവൻ. സ്തോത്രം. ഏലിയാവിന് ഒറ്റപ്പെട്ട വിശപ്പ് കണ്ടവൻ, നിന്റെ വിശപ്പ് കണ്ടവൻ
കണ്ടുപിടിക്കാൻ സ്കാനിങ്ങിനും എക്സ്റേക്കും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർക്കും കഴിയത്തില്ല. നമ്മൾ പലർക്കും ഒരു നേരത്തെ ആഹാരം എന്ന് പറയുന്നത് ഒരു യുദ്ധം പോലെയാണ്. ബട്ട് ലെറ്റ് മീ ടെൽ യു, യഹോവ ഈരേ നിനക്കായി ജീവിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം സ്തോത്രം 22:14 പറയുന്നു, യഹോവ കരുതിക്കൊള്ള. അടുത്തിരിക്കുന്നവർ നോക്കി പറ, ദൈവം നിങ്ങൾക്കായി കരുതിക്കൊള്ള, ദൈവം നിങ്ങൾക്കായി കരുതിക്കൊള്ള. ദൂതന്മാർ ഇറങ്ങുകയാണ് ദൈവത്തിന്റെ കരുതലുമായി. കൈയും വീശി വെറുതെ അല്ല ദൂതൻ വരുന്നത്. ദൈവത്തിന്റെ കരുതലുമായി ചില വാതിലുകളെ തുറക്കാൻ, ചില അപ്പോയിന്റ്മെന്റ് ഓർഡർ തരുവാൻ, ചില ഓഫീസുകൾ ഇരുത്തുവാൻ, ചില വിസ നിന്റെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യാൻ, ചില പ്രൊമോഷൻ മേഖലകളെ നൽകുവാൻ ദൈവത്തിന്റെ കരുതൽ 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 ദൈവത്തിന്റെ ജനം അനുഭവിക്കട്ടെ. 1 പത്രോസ് 5:7 പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതായാൽ, നിന്റെ അപ്പനല്ല, നിന്റെ അമ്മായിയപ്പനല്ല, സ്വർഗസ്നായ നിന്റെ പിതാവ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതായാൽ നിങ്ങളുടെ സകല ചിന്താകുലോ, നിങ്ങളുടെ സകല ചിന്താകുലോ, നിങ്ങളുടെ സകല ചിന്താകുലോ അവന്റെ മേലിട്ടോ. ഫിലിപ്പിയർ 4:19 പറയുന്നു, എന്റെ ദൈവമോ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും. കൊറോണ കാലത്ത് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടോ? കടം മേടിച്ച ആരെങ്കിലും ഉണ്ടോ? ഞെരുക്കമുള്ള ആരെങ്കിലും ഉണ്ടോ? എന്റെ ദൈവമോ, പൗലോസ് പറയാണ്, എന്റെ ദൈവമോ, ഇന്ന് പകൽ ഈ ദൂത് എനിക്ക് നൽകിയ എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ, നിന്റെ ആവശ്യമനുസരിച്ചല്ല, തന്റെ മഹത്വത്തിന് ധനത്തിനൊത്തമാണ്, തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തമാണ് ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരാ. അവന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, ദൈവത്തിന്റെ അളവനുസരിച്ച്, riches in his glory, അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. സ്തോത്രം. അവൻ ബുദ്ധിമുട്ടിന്റെ ദൈവമല്ല, അവൻ കരുതലിന്റെ ദൈവമത്രേ. ദൂതന്മാർ ഇറങ്ങുമ്പോൾ ദൈവിക കരുതൽ വെളിപ്പെടുന്നു. 2 കരങ്ങളെ അടിച്ചു വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ സേവക ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടവന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങിയാണ്. 3ാമത് ദൈവത്തിന്റെ ദൂതുമായി ദൂതൻ ഇറങ്ങിയാണ്. ദൈവത്തിന്റെ ദൂതുമായി ദൂതൻ ഇറങ്ങിയാണ്. ദൈവത്തിന്റെ ദൂതുമായി ദൂതൻ ഇറങ്ങിയാണ്. ഹല്ലേലൂയ. സാധാ പ്രസംഗമല്ല നമുക്ക് വേണ്ടിയത്, നമുക്ക് ദൂതാണ് വേണ്ടിയത്. 7 പോയിന്റ്, 9 പോയിന്റ്, 12 പോയിന്റ് തള്ളാൻ ദൈവം നമ്മെ വിളിച്ചിട്ടില്ല. ദൂത് വിളിച്ചു പറയാൻ, ദൂതറിയിപ്പാനാണ് ദൈവം സ്തോത്രം നമ്മെ അയച്ചിരിക്കുന്നത്. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, ദൂതുമായി കൊർന്നേലിയോസിന്റെ വീട്ടിൽ ദൂതൻ ഇറങ്ങിയാണ്. അപ്പോസ്തല പ്രവൃത്തി 10 ദൂതൻ ഇറങ്ങി പറയുകയാണ്, അതെ, പത്രോസിനെ വിളിച്ച് നീ ദൂത് കേൾക്ക്. പക്ഷെ എന്റെ തിരുവനന്തപുരം ബുദ്ധിയിൽ ഞാൻ ചോദിച്ചു, എടാ ദൂത, സ്തോത്രം, നിനക്കങ്ങ് പ്രസംഗിച്ചാ പോരെ? ദൂതൻ പറയും, ഇറങ്ങിയ ദൂതൻ പറയും. സുരേഷേ, അനുഭവമില്ലാത്തത് പറയല്ല, അനുഭവമില്ലാത്ത പറയല്ല. ഇന്ന് എല്ലാവരും ഫേസ്ബുക്കിൽ ഇരുന്ന് പറയുക, യൂട്യൂബിലൂടെ പറയുക. പിന്നെ അനുഭവമില്ലാത്തത് പറഞ്ഞാൽ അത് അഭിനയമാണ്. അനുഭവമില്ലാത്തത് പറഞ്ഞാൽ അത് അഭിനയമാണ്. സുവിശേഷ വേല എന്ന് പറയുന്നത്, പ്രസംഗം എന്ന് പറയുന്നത് നിന്റെ ഡയലോഗ് അല്ല, സ്തോത്രം, ഗൂഗിൾ കോപ്പി പേസ്റ്റ് അല്ല. പ്രാപിച്ചു പറഞ്ഞോട്ടെ. ദൂതന് വീണ്ടെടുപ്പ് വശമില്ല, ദൂതന് രക്ഷ എന്തെന്നറിയത്തില്ല. കാരണം യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് വീണുപോയ ദൂതനെ രക്ഷിക്കാനല്ല, വീണുപോയ മനുഷ്യനെ രക്ഷിക്കാനാണ്. വീണുപോയ മനുഷ്യർക്കായിട്ടാണ് കർത്താവ് വന്നത്. അതുകൊണ്ട് ഇറങ്ങിയ ദൂതന് പറവാൻ ദൂതില്ല, പക്ഷെ വരുന്ന പത്രോസിന് പറവാൻ ദൂതുണ്ട്. സഭയ്ക്ക് ദൂതുണ്ടാകട്ടെ, പ്രാസംഗികർക്ക് ദൂതുണ്ടാകട്ടെ. 1947 ദൂതല്ല, പകരം 2011, 2021, 2021 ഈ കൊറോണ കാലത്ത് ലോകം മുഴുവൻ പകച്ചു നിൽക്കുമ്പോൾ എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് മെസ്സേജ്. ഒരു പുസ്തകത്തിൽ വായിക്കാത്തത്, ആരും പറയാത്തത്, ആരിലൂടെ വെളിപ്പെടാത്തത്, ദൈവത്തിന്റെ കൃപയാൽ സ്പെഷ്യൽ ചാനലായി ദൈവത്തിന്റെ കൃപയാൽ വെളിപ്പെടുവാൻ ദൂതന്മാർ ഇറങ്ങട്ടെ. ദാനിയേൽ 10:10 പറയുന്നു, ദാനിയേലിനെ ദൂതറിയിപ്പാൻ ദൂതന്മാർ ഇറങ്ങുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 10 ഓൾറെഡി ഞാൻ പറഞ്ഞു. കൊർന്നേലിയോസിന്റെ അടുക്കൽ പത്രോസിനെ വിളിച്ച് കേൾപ്പിപ്പാൻ വേണ്ടി ഇതാ ദൂതൻ ഇറങ്ങുകയാണ്. ഇതാ വേദപുസ്തകം പറയുന്നു, ലൂക്കോസ് സുവിശേഷം 1:19 വായിക്കുമ്പോൾ, സഖരിയാവിനെ ദൈവത്തിന്റെ ദൂത് അറിയിക്കാൻ, മെസ്സേജ് അയക്കാൻ, രക്ഷാ സന്ദേശം അറിയിക്കാനല്ല, രക്ഷാ സന്ദേശം രക്ഷിക്കപ്പെട്ടവനെ പറയാൻ പറ്റത്തുള്ളൂ. പകരം സ്തോത്രം, സ്വർഗത്തിലെ അതേ നിർദ്ദേശം അറിയിപ്പാൻ മെസ്സഞ്ചറായി ഗബ്രിയേൽ ഇറങ്ങി നിൽക്കുകയാണ്. ലൂക്കോസ് 1:19 അതേ ഗബ്രിയേൽ ഇറങ്ങി വന്ന് ഈ പ്രകാരം പറയുന്നു, ഐ സ്റ്റാൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ ദൈവ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു. ഒരിക്കൽ കൂടെ, ഞാൻ ദൈവ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, നിങ്ങൾ എവിടെ നിൽക്കുന്നു? ഞാൻ ദൈവ സന്നിധിയിൽ നിൽക്കുന്നു. ഒരിക്കൽ കൂടെ, ഞാൻ ദൈവ
സന്നിധിയിൽ നിൽക്കുന്നു, നിങ്ങൾ ദൈവ സന്നിധിയിൽ നിൽക്കുന്നു എങ്കിൽ നിങ്ങൾ പ്രാപിക്കുന്ന ഒരു ദൂതുണ്ടായിരിക്കും. അത് നാച്ചുറൽ ആയിരിക്കത്തില്ല, അത് സൂപ്പർ നാച്ചുറൽ ആണ്. ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസനുണ്ട്. അദ്ദേഹം പ്രസംഗിച്ച് പകുതിയാകുമ്പോഴേക്കും 7500 പേരുടെ അദ്ദേഹത്തിന്റെ ചർച്ചിൽ ജനം എഴുന്നേൽക്കും. പകുതിയിലധികം ജനം ഓടി വന്ന് മുട്ടുമടക്കും. സംടൈംസ് 100% ജനം അലച്ചു കൂവി നിലവിളിച്ച് മുന്നിൽ വന്ന് നെടുമ്പാട് വീണ് അലറി കരയുന്നത് യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം! എന്തൊരു പ്രസംഗം, എന്തൊരു വ്യാഖ്യാനം, എന്തൊരു പോയിന്റ് ആരും പറഞ്ഞിട്ടില്ലാത്തത്. പല സന്ദർഭങ്ങളിൽ താൻ കൊണ്ടുവരുന്ന നോട്ട്ബുക്കിൽ ഉള്ളത് പറഞ്ഞു തീർക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം! എൻ്റെ ഒരു സ്പിരിച്വൽ മെന്റർ ഉണ്ട്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഹേ, എന്തുകൊണ്ടാണ് സ്തോത്രം ആ സഭയിൽ ഇങ്ങനെ നടക്കുന്നത്? എന്തുകൊണ്ടാണ് ആ ദൈവദാസൻ അതേ പോയിന്റ് നമ്മൾ പറയുന്നല്ലോ, മൂക്കത്തിരിക്കുന്ന ഈച്ച പറക്കുന്നില്ല. സ്തോത്രം! അതേ പോയിന്റ് മറ്റുള്ളവർ പറയുന്നല്ലോ, ഒന്നും നടക്കുന്നില്ല. പക്ഷെ ഈ മനുഷ്യൻ ചലിക്കുമ്പോൾ സഭ മുഴുവൻ ചലിക്കുകയാണ്. ഇദ്ദേഹം വാ തുറക്കുമ്പോൾ സ്വർഗം തുറക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ശ്വാസത്തിൽ ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കുകയാണ്. സഭ മുഴുവൻ കാറ്റത്ത് ഇളകിയാടുന്നതായ ഒരു കൂട്ടം ഇല പോലെ ആയിരിക്കുന്നു. കരിയിലകൾ കാറ്റത്ത് ഇളകിയാടുന്നത് പോലെ ആയിരക്കണക്കിന് 10000കണക്കിന് ജനം ഇളകിയാടുന്നു. എന്റെ സ്പിരിച്വൽ മെന്റർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, കാര്യം സിമ്പിൾ, ഹി ഈസ് ഹാവിംഗ് സം ഏഞ്ചലിക് ഇന്റർവെൻഷൻ. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങിയാണ് തനിക്ക് ദൂത് നൽകുന്നത്. സ്തോത്രം! അവൻ വീട്ടിലല്ല പാർക്കുന്നത്, അവൻ വീട്ടിലല്ല പാർക്കുന്നത്, അവൻ വീട്ടിലല്ല പാർക്കുന്നത്, അവൻ മഹത്വത്തിലാണ് പാർക്കുന്നത്. നിങ്ങൾ കേട്ടോ, വീട്ടിൽ നിന്ന് താമസം മാറ്റ്, അടുത്തിരിക്കുന്നു നോക്കി പറ, താമസം മാറ്റ്, പെട്ടെന്ന് താമസം മാറ്റ്. മഹത്വത്തിൽ പാർക്ക്, മഹത്വത്തിൽ പാർക്ക്. ഹാലഡിയ നാച്ചുറൽ നിന്ന് സൂപ്പർ നാച്ചുറലിലേക്ക് യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞു, ഞാൻ ദൈവ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ. അങ്ങനെ ജീവിച്ച ഒരു ദൈവദാസനായിരുന്നു സാധു സുന്ദർ സിംഗ്. 24 മണിക്കൂറും ദൈവസന്നിധിയിൽ താൻ നിൽക്കുമായിരുന്നു. പല രാത്രികളിൽ തന്നെ ഉറങ്ങത്തില്ല. 10 മണിക്ക് ടീം മെമ്പേഴ്സ് നോക്കുമ്പോൾ പുള്ളി മുട്ടിന്മേലാണ്. 12 മണിക്ക് നോക്കുമ്പോൾ സാധു സുന്ദർ സിംഗ് മുട്ടിന്മേലാണ്. പുലർകാലം 2 മണിക്ക് നോക്കുമ്പോൾ സാധു സുന്ദർ സിംഗ് മുട്ടിന്മേലാണ്. രാവിലെ 4 മണിക്ക് നോക്കുമ്പോൾ സാധു സുന്ദർ സിംഗ് മുട്ടിന്മേലാണ്. 5 മണിയാകുമ്പോൾ അദ്ദേഹം തന്റെ ടീം മെമ്പേഴ്സിനോട് പറയും, ഉടോ 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 ഉടോ, ഉറങ്ങിയിരിക്കുന്നവർ ഉടോ ഉടോ, സ്തോത്രം! അതേ, എഴുന്നേൽക്കുക, വാ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് ഗ്രാമങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ 100 കണക്കിന് വടക്കേന്റെ ഗ്രാമങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു, ഇതാ യേശു വരുന്നു. സാധു സുന്ദർ സിംഗ് വരുന്നു എന്നല്ല ജനം പറയുന്നത്, ഇതാ യേശു വരുന്നു. സുന്ദർ സിംഗ് വായു തുറന്ന് സംസാരിക്കുമ്പോൾ സായിപ്പന്മാർ ഉൾപ്പെടെയുള്ള ഇംഗ്ലണ്ടുകാർ പറഞ്ഞു, യേശു സംസാരിക്കുന്നു. യേശുവിന്റെ ശബ്ദം, യേശുവിന്റെ സാന്നിധ്യം, യേശുവിന്റെ ദൂത്. കാര്യം താൻ നിന്നത് സെമിനാരിയിലല്ല, താൻ നിന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ നീ നിൽക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ കൃപയാൽ നിനക്ക് പറവാൻ ഒരു ദൂത് ഉണ്ടായിരിക്കുക. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് പ്രാപിപ്പാൻ ഒരു ദൂതുണ്ട്. ഹല്ലേലൂയ! കാണാതെ പഠിച്ചല്ല നീ പറയേണ്ടത്, ഏതോ പ്രാസംഗന്മാരെ കോപ്പി അടിച്ചല്ല നീ പറയേണ്ടത്. 1 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം 23 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, I receive from the Lord, I receive from the Lord and give it to you. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ, കർത്താവിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്തു, കർത്താവിൽ നിന്ന് ഞാൻ പ്രാപിച്ചു. യേശുവിന്റെ നാമത്തിൽ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ, ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ദാഹമുണ്ടെങ്കിൽ സഹോദരനെ, സഹോദരിയെ, യേശുവിന്റെ നാമത്തിൽ ഇന്ത്യയിലെ ബെസ്റ്റ് പ്രീച്ചർ നീ ആയിരിക്കും. നിന്റെ ശബ്ദം ദൈവ ശബ്ദവുമായിരിക്കുക. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാടെ. ദൂതന്മാർ ഇറങ്ങട്ടെ, ദൈവത്തിന്റെ ദൂതമായി ദൂതന്മാർ ഇറങ്ങട്ടെ. ഹല്ലേലൂയ! മക്കളെ കുറിച്ചുള്ള ദൂതറിയിപ്പാൻ ദൂതന്മാർ ഇറങ്ങട്ടെ. ദേശത്തെ കുറിച്ചുള്ള ദൂതറിയിപ്പാൻ ദൂതന്മാർ ഇറങ്ങട്ടെ. രാജ്യങ്ങളെ കുറിച്ചും രാജാക്കന്മാരെ കുറിച്ചും ഭാവിയെ കുറിച്ചും സ്തോത്രമുള്ളതായ കാര്യം ഗ്രഹിപ്പിപ്പാൻ ദാനിയേലിന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങിയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നാളത്തെ വർത്തമാന പത്രത്തിന് അറിയാത്തത്, അടുത്ത ആഴ്ചത്തെ സ്തോത്രം അതേ TV ന്യൂസ് അവർക്കറിയാത്തത് ഇന്നേ നിനക്ക് പ്രാപിപ്പാൻ കഴിയുക. പത്രക്കാർ അറിയുന്നതിന് മുൻപേ, TV-ക്കാർ അറിയുന്നതിന് മുൻപേ പ്രാർത്ഥിക്കുന്ന നിന്റെ ബെഡ്റൂമിൽ ദൈവത്തിന്റെ ദൂതനെ ഇറക്കി ദൂതറിയിപ്പാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാടെ.
വീണ്ടും വേദപുസ്തകം പറയുന്നു, ഹീലിംഗ് ഏഞ്ചൽസ്, ദൂതന്മാരുടെ ശുശ്രൂഷ, സേവകാത്മാക്കൾ ദൂതന്മാരുടെ ശുശ്രൂഷയിൽ ഒന്നാണ് സ്തോത്രം, അതെ, സൗഖ്യദായക ദൂതന്മാർ, സൗഖ്യത്തിന്റെ ദൂതന്മാർ. യെസ്, അങ്ങനെയുള്ള ഒരു ദൂതനുണ്ട്, സൗഖ്യത്തിന്റെ ദൂതൻ. സ്തോത്രം എവിടെ എഴുതിയിരിക്കുന്നു? യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ സ്തോത്രം, അതെ, താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിന്റെ പേരാണ് സ്തോത്രം ഷീലോഹാം എന്നല്ല, പകരം ബെഥസ്ദാ. ഷിലോഹാം, സ്തോത്രം, യെരുശലേം പട്ടണത്തിന്റെ അതെ ഇടതുവശത്ത് കിടക്കുമ്പോൾ ബെഥസ്ദാ യെരുശലേം പട്ടണത്തിന്റെ വലതുവശത്താണ്. ഷിലോഹാം എന്ന പദത്തിനർത്ഥം അയക്കപ്പെട്ടവൻ. അവിടെയല്ല ദൂതൻ ഇറങ്ങിയത്, അവിടെ മണ്ഡപമില്ല. ഷിലോഹാം എന്ന കുളത്തിലല്ല ദൂതൻ ഇറങ്ങിയത്, ബെഥസ്ദാ എന്ന കുളത്തിലാണ് ദൂതൻ ഇറങ്ങിയത്. വായ്, എന്തുകൊണ്ടാണ് ബെഥസ്ദയിൽ ദൂതൻ ഇറങ്ങിയത്? എപ്പോഴാണ് ഇറങ്ങിയത്? മലാക്കിക്കും മത്തായിക്കും മധ്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് ദൂതൻ ഇറങ്ങിയാണ്. മലാക്കിക്കും മത്തായിക്കും മധ്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് ദൂതൻ ഇറങ്ങുന്നു. അർത്ഥം അതൊരു സൈലന്റ് ടൈമാണ്, അതൊരു ലോക്ക്ഡൗൺ പീരീഡ് ആണ്, അതൊരു ലോക്ക്ഡൗൺ ടൈമാണ്. അന്ന് പ്രവാചകന്മാർ എഴുന്നേൽക്കുന്നില്ല, അന്ന് പ്രീച്ചേഴ്സ് എഴുന്നേൽക്കുന്നില്ല, അന്ന് സ്തോത്രം ചലനങ്ങൾ ഒന്നുമില്ല. ബിറ്റ്വീൻ മലാക്കി ആൻഡ് മാത്യു 4 നൂറ്റാണ്ട്, മലാക്കിക്കും മത്തായിക്കും മധ്യത്തിലുള്ള 4 നൂറ്റാണ്ടിൽ എല്ലാ സ്തോത്രം പ്രവചന മണ്ഡലങ്ങളും അടഞ്ഞു കിടക്കുന്നു, എല്ലാ സ്തോത്രം അതേ വേദികളും അടഞ്ഞു കിടക്കുന്നു. ഇന്നത്തെ പോലെ തന്നെ സഭകൾ അടഞ്ഞു കിടക്കുകയാണ്, സ്തോത്രം വേദികൾ അടഞ്ഞു കിടക്കുകയാണ്, ഗ്രൗണ്ടുകൾ ശൂന്യമായിരിക്കുകയാണ്. കൺവെൻഷന്റെ സ്പെല്ലിംഗ് നമ്മൾ മറന്നുപോയി, ക്രൂസൈഡ് എന്തെന്ന് നമുക്കറിയത്തില്ല, ആൾക്കൂട്ടം കണ്ട കാലം മറന്നു, എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ഒരിടത്ത് മാത്രം ചലനമുണ്ട്. നിങ്ങൾ കേട്ടില്ല, ഒരിടത്ത് മാത്രം ചലനമുണ്ട്, ബാക്കിയെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ ഒരു കുളത്തിൽ മാത്രം ചലനമുണ്ട്. തെളിയിക്കുക പൈതലെ, എനിക്ക് അടവില്ല, ഈ ലോക്ക്ഡൗൺ എന്നെ ബാധിക്കത്തില്ല, ഈ കൊറോണ സ്തോത്രം അതെ എന്നെ ബാധിക്കത്തില്ല. ഞാൻ കൊറോണയ്ക്ക് കീഴിലല്ല പാർക്കുന്നത്, ഞാൻ കൊറോണയ്ക്ക് മീതെയാണ് പാർക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. വേദപുസ്തകം പറയുന്നു, ആ ബെഥസ്ദാ കുളത്തിന് 5 മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു. 1 2 3 4 5 5 4 3 2 1 5 മണ്ഡപങ്ങൾ ആ ബെഥസ്ദാ കുളത്തിനുണ്ടായിരുന്നു. 5 എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാണ്, നിന്റെ സ്കില്ലല്ല, പകരം ദൈവത്തിന്റെ ഗ്രേസ്. നിന്റെ സ്കില്ലല്ല, നിന്റെ കഴിവല്ല, പകരം ദൈവത്തിന്റെ കൃപ. കൃപയിൽ ആശ്രയിച്ചാൽ ഈ കാലത്തെ നീ അതിജീവിക്കും, കൃപയെ ആശ്രയിച്ചാൽ ഈ കാലത്തെ നീ പരാജയപ്പെടുത്തും, കൃപയിൽ ആശ്രയിച്ചാൽ ഈ സീസൺ നിന്റെ മുൻപിൽ പരാജയപ്പെടും. ദൂതൻ ഇറങ്ങുന്നു, കുളം കലങ്ങുന്നു. ആദ്യം ഇറങ്ങുന്നതായ അതേ രോഗി സൗഖ്യമാകുന്നു. ദൂതൻ ഇറങ്ങുന്നു, വെള്ളം കലങ്ങുന്നു. ആദ്യം ഇറങ്ങുന്ന സ്തോത്രം രോഗി സൗഖ്യമാകുന്നു. ആ ദൂതന്റെ പേരാണ് സ്തോത്രം ഹീലിംഗ് ഏഞ്ചൽസ്. അതുകൊണ്ടാണ് രോഗശാന്തിയെ കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്, അത് സൗഖ്യത്തിന്റെ വരമല്ല, അത് സൗഖ്യങ്ങളുടെ വരം. പ്ലൂറൽ, ബഹുവചനം, സൗഖ്യങ്ങളുടെ വരം. കാരണം പറയുമ്പോൾ സൗഖ്യമുണ്ട്, തൊടുമ്പോൾ സൗഖ്യമുണ്ട്, നമ്മളെ തൊട്ടാൽ സൗഖ്യമുണ്ട്, നമ്മളെ വസ്ത്രത്തിൽ തൊട്ടാൽ സൗഖ്യമുണ്ട്. യേശു കർത്താവ് പറയും, തുപ്പലിൽ പോലും സൗഖ്യമുണ്ട്, നിഴലിൽ സൗഖ്യമുണ്ട്, റൂമാലിൽ സൗഖ്യമുണ്ട്, ദൂതൻ ഇറങ്ങിയാലും സൗഖ്യമുണ്ട്. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ദൂതൻ ഇറങ്ങിയാൽ എന്തുകൊണ്ട്? സൗഖ്യം ഉണ്ട്. ഇന്നും ഞാൻ വിളിച്ചു പറയട്ടെ, സ്തോത്രം, അതേ ബെഥസ്ദാ കുളത്തിൽ ദൂതൻ ഇറങ്ങി, ദൂതൻ ആ വെള്ളം കലക്കി. വെള്ളം കലക്കിയപ്പോൾ ആദ്യം ഇറങ്ങിയവർ സൗഖ്യമായി. ഈ പകൽ വിശ്വസിക്കുക, നിന്റെ റൂമിൽ ദൈവത്തിന്റെ ദൂതനുണ്ട്, നിന്റെ സൗഖ്യത്തിന്റെ നേരമാണ്. അല്ലെങ്കിൽ നീയുമായി കണക്ട് ചെയ്തിട്ടുള്ള ഏതോ വ്യക്തിയുടെ സൗഖ്യത്തിന്റെ സൗഖ്യത്തിന്റെ നേരമാണിത്. ഞാൻ ടൈം നോക്കട്ടെ. സ്തോത്രം, ഇന്ത്യൻ ടൈം 11:59, എക്സാക്ട്ലി 12 മണിയാകുമ്പോൾ, നല്ല നേരം. ഇന്ത്യൻ ടൈം ജൂൺ മാസം 13-ാം തീയതി 12 മണിയാകുമ്പോൾ ഹല്ലേലൂയ, ഏതോ കോശങ്ങളിലേക്ക്, ഏതോ അവയവങ്ങളിലേക്ക്, ഏതോ ഇന്റേണൽ ഓർഗനിലേക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി ഒഴുകുന്ന എണ്ണ പോലെ യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കുന്നു. കാരണം ഇത് നിന്റെ സൗഖ്യത്തിന്റെ നേരമത്രേ. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആര് വിശ്വസിക്കുമോ അവരെയാണ് ദൈവം തൊടുന്നത്. ആര് വിശ്വസിക്കുമോ സ്തോത്രം അവരെയാണ് ദൈവം സൗഖ്യമാക്കുന്നത്. 1935 ഒരു സംഭവം ഒരു സ്ഥലത്ത് നടന്നു. ആ സ്ഥലത്തിന്റെ പേര് ഒക്ലഹോമ എന്നാണ്. ഒക്ലഹോമ എന്ന സ്ഥലം സ്തോത്രം അമേരിക്കയിലാണ്. അമേരിക്കൻ ഒക്ലഹോമയിൽ ജോർജ് മുൻസി എന്നു പേരുള്ള ഒരു ചർച്ച് ഗോഡ് ഇവാഞ്ചലിസ്റ്റ് വലിയൊരു ഹീലിംഗ് മീറ്റിംഗ് ടെന്റിൽ നടത്തുകയാണ്. ജോർജ് മുൻസിയുടെ സ്തോത്രം മീറ്റിംഗിൽ 17 വയസ്സ് പ്രായമുള്ളതായ ഒരു ആൺകുട്ടിയും കൊണ്ട് ഒരു കുടുംബം കടന്നു വരികയാണ്.
സ്തോത്രം. ഇവനാണെങ്കിൽ 163 ദിവസമായി TB പേഷ്യന്റായി ബെഡ് റിഡൺ ആണ്. മരണവും അവനുമായി മുഖാമുഖം കണ്ടോണ്ടിരിക്കുക. ഏത് നേരം തട്ടിപ്പോകും. 163 ദിവസമായി TB പേഷ്യന്റായി അവൻ കിടക്കുക. പക്ഷെ ആ നേരത്തെ അവന്റെ സഹോദരനോടും സഹോദരിയോടും ഒരേപോലെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ആ മീറ്റിങ്ങിന് കൊണ്ടുപോകും, ജോർജ് മുൻസിയുടെ മീറ്റിങ്ങിന് കൊണ്ടുപോകും, യവനെ ഞാൻ സൗഖ്യമാക്ക്. സ്തോത്രം. അങ്ങനെ ആ കുഞ്ഞിനെയും കൊണ്ട്, സ്വന്തം കാർ അവർക്കില്ല കേട്ടോ, സ്വന്തം കാർ അവർക്കില്ല. ആ സഹോദരന്റെ, ഈ രോഗിയായി കിടന്ന ആ വ്യക്തിയുടെ, സ്തോത്രം, സഹോദരൻ വാടകയ്ക്കൊരു കാർ എടുത്ത്, കടമായ ഒരു കാർ എടുത്ത്, ആ കാറിൽ ആ കുടുംബം ഇതാ അവനെ കൊണ്ടുവരികയാണ്. ആ കാറിൽ അതാ യോഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ 17 വയസ്സ് പ്രായമുള്ള TB പേഷ്യന്റായി മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ടിരിക്കുന്ന 163 ദിവസമായി, സ്തോത്രം, TBയോട് മല്ലടിക്കുന്നതായ ആ യുവാവായ ഓറൽ റോബർട്ട്സിനോട്, അതാ പുള്ളിയുടെ പേര്, ഓറൽ റോബർട്ട്സിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇന്ന് നിന്റെ സൗഖ്യത്തിന്റെ നേരമാണ്. ആ യോഗത്തിന് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് നിന്നെ സൗഖ്യമാക്കാനാണ്. തീർന്നില്ല. ആ സൗഖ്യത്തിന്റെ അഭിഷേകം ലോകത്തിലെല്ലായിടത്തും നിന്നിലൂടെ വിളമ്പാനാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നത് മറ്റുള്ളവ അനേകർ സൗഖ്യമാക്കുവാനാണ്. ഇന്ന് പകൽക്കാലം ഏത് കുഞ്ഞുങ്ങളെ നോക്കി ഞാൻ പറയട്ടെ, മക്കളെ, ദൈവം നിന്നെ സൗഖ്യമാക്കുന്നത് ലക്ഷോപലക്ഷം പേർ നിന്നിലൂടെ സൗഖ്യമാകുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഓ ആരെയോ ഇന്ന് പകൽ ജൂൺ 13 കർത്താവ് സൗഖ്യമാക്കുന്നത്. നീ പറയുമ്പോൾ, നീ തൊടുമ്പോൾ, നീ നോക്കുമ്പോൾ, നിന്നെ തൊടുമ്പോൾ ഹീലിംഗ് സ്ട്രീംസ്, സൗഖ്യത്തിന്റെ നീർച്ചാലുകൾ നിന്നിലൂടെ മറ്റുള്ളവരിലേക്ക് ദൈവത്തിന്റെ കൃപ വ്യാപരിപ്പാൻ പോകുന്നു. ജോർജ് മുൻസിയുടെ മീറ്റിംഗിൽ വെച്ച് ഓറൽ റോബർട്ട്സ് അത്ഭുതകരമായി സൗഖ്യമായി. 1935 17ാമത്തെ വയസ്സിൽ ഓറൽ റോബർട്ട്സിനെ ദൈവമായ കർത്താവ് സൗഖ്യമാക്കി. തുടർന്ന് ദൈവത്തിന്റെ കൃപയാൽ ഹല്ലേലൂയ റോക്കറ്റിനെ പോലെ ഹീലിംഗ് മിനിസ്ട്രിയിൽ ഓറൽ റോബർട്ട്സ് കുതിച്ചു. സ്തോത്രം. ലക്ഷക്കണക്കിന് ജനം ഓറൽ റോബർട്ട്സിലൂടെ സൗഖ്യമായി. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി ഓറൽ റോബർട്ട്സ് യൂണിവേഴ്സിറ്റി ആ ദൈവത്തിന്റെ ദാസൻ പണിത്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പ്രസംഗിക്കുന്ന ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഓറൽ റോബർട്ട്സ് കടന്നു വന്ന് പ്രസംഗിക്കുകയുണ്ടായി. 1965 1965 ഓറൽ റോബർട്ട്സ് ഈ സ്റ്റേഡിയത്തിൽ വന്ന് പ്രസംഗിച്ചു. പാസ്റ്റർ, സ്തോത്രം, അതെ, വി ദേവദാസ് അവർകള്, അതുപോലെ എൽ സാംസാർ, അവർ ഇപ്രകാരം പറഞ്ഞു, സ്തോത്രം, അതെ ബ്രദർ, ഓറൽ റോബർട്ട്സ് മീറ്റിങ്ങിന് ഞങ്ങൾ കടന്നുപോയി, ഒറ്റ മുടന്തന്മാർ പോലും നടന്നില്ല. ഞാൻ ചോദിച്ചു, കഷ്ടമായി പോയി പാസ്റ്ററെ, അത്രയും ദൂരെ നിന്ന് പുള്ളി വന്നിട്ട് ഒറ്റ മുടന്തന്മാർ പോലും നടന്നില്ല. അവർ പറഞ്ഞു, എന്തോ ചെയ്യാനാ, ഒറ്റ മുടന്തന്മാർ പോലും നടന്നില്ല. സകല മുടന്തന്മാരും എഴുന്നേറ്റ് ഓടുകയായിരുന്നു. സകല മുടന്തന്മാരും തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ, തിരുവനന്തപുരം പോലീസ് സ്റ്റേഡിയത്തിൽ അതേ ഓടുകയായിരുന്നു. അഭിഷിക്തന്മാർ മരിക്കും, അഭിഷേകത്തിന് മരണമില്ല, പ്രാപിക്കും യേശുവിന്റെ നാമത്തില്. ഓ സ്തോത്രം. ഇന്ന് നീയാണ്, നിന്റെ വിരൽത്തുമ്പുകളിലൂടെ, നിന്റെ അധരത്തിലൂടെ സൗഖ്യം നടക്കട്ടെ. ചില ആഴ്ചകൾ കഴിയുമ്പോൾ കൊറോണ പോകും, ദൈവസഭ വീണ്ടും എഴുന്നേൽക്കും. പക്ഷെ കൊറോണയ്ക്ക് മുമ്പുള്ളതുപോലെയല്ല ശുശ്രൂഷ, കൊറോണയ്ക്ക് ശേഷം. കൊറോണയ്ക്ക് മുമ്പുള്ളതുപോലെയല്ല അഭിഷേകം, കൊറോണയ്ക്ക് ശേഷം. ഗെറ്റ് റെഡി. ഒരുങ്ങിക്കോ. നിന്റെ മൂർച്ചയെ ദൈവം വർദ്ധിപ്പിക്കുകയാണ്, നിന്റെ അധികാരത്തെ ദൈവം പെരുക്കുകയാണ്. ഓ, നിന്റെ തീയെ ദൈവം അധീകരിക്കുകയാണ്. നിന്നെ തടയുവാൻ അന്ധകാര ശക്തിക്ക് കഴിയത്തില്ല. സാത്താൻ പള്ളിക്കാരൻ, ഓ സ്തോത്രം, നിന്റെ മുൻപിൽ വിടുവിക്കപ്പെടും. മന്ത്രവാദിയുടെ ഭൂതം നിന്റെ മുൻപിൽ അലറി മാറി, അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ സഭയിൽ വന്ന് മന്ത്രം പറഞ്ഞ നാവിൽ അവൻ അന്യഭാഷ പറയുന്നത് നീ കാണുവാൻ വേണ്ടി പോകുന്നു. ഇത് വിടുതലിന്റെ നേരമത്രേ. ദൂതൻ ഇറങ്ങിയാൽ സൗഖ്യം നടക്ക്. എന്റെ പ്രാർത്ഥന, ലിവിംഗ് റൂമിൽ ദൂതൻ ഇറങ്ങട്ടെ, ആ ഭവനത്തിൽ ദൂതൻ ഇറങ്ങട്ടെ. അത് കൊറോണ കോട്ടേജ് അല്ല, പകരം അത് ഹീലിംഗ് കോട്ടേജ് അത്രേ. അത് സൗഖ്യത്തിന്റെ ഭവനമാണ്, അത് വിടുതലിന്റെ ഭവനമാണ്, അത് ഒരു ബേത്ലഹേമാണ്, അപ്പത്തിന്റെ വീടാണ്. ലോകരാജ്യങ്ങൾക്ക് ഒന്നുകിൽ നിന്നിലൂടെ അല്ലെങ്കിൽ നിന്റെ മക്കളിലൂടെ ദൈവവചനം വ്യാപരിക്കുന്നു. മനസ്സിലാക്കുന്ന നിന്റെ ഭവനം ആ സ്പിരിറ്റ് റിലമിൽ, ആത്മമണ്ഡലത്തിൽ ഇന്ന് പകൽ ഒരു ബേത്ലഹേമായി തീരുന്നു. വിശ്വസിക്കുന്ന 2 കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൂതന്മാർ ഇറങ്ങുമ്പോൾ സ്തോത്രം, അതേ സൗഖ്യം നടക്കുന്നു. സേവക ആത്മാക്കൾ. മറ്റൊരു സേവ, ദൂതന്മാർ ഇറങ്ങുന്നു എങ്കിൽ മറ്റൊരു സേവ, they are like a war angels. അവർ ദൈവത്തിന്റെ യുദ്ധദൂതന്മാർ ഇറങ്ങുന്നു. ദൈവം എന്നെയും നിന്നെയും
പലപ്പോഴും നിർത്തിയിരിക്കുന്നത് ഒരു കളിക്കളത്തിലല്ല, ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിലല്ല, ഒരു ബാറ്റിൽ ഗ്രൗണ്ടിലത്രേ, ഒരു യുദ്ധക്കളത്തിലത്രേ. ഈ യുദ്ധക്കളത്തിൽ ചെറിയ യുദ്ധങ്ങളുണ്ട്, വലിയ യുദ്ധങ്ങളുണ്ട്, ചെറിയ പ്രശ്നങ്ങളുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ കേൾക്ക്, ഞാൻ നല്ലൊരു കൊച്ചു വർത്തമാനം പറയട്ടെ. എത്രത്തോളം വലിയ യുദ്ധം നിനക്കുണ്ടോ അത്രത്തോളം നിന്റെ വലിയ ജയമാണ് നിന്നെ കാത്തിരിക്കുന്നത്. എത്രത്തോളം വലിയ പ്രശ്നം നിനക്കുണ്ടോ അത്രത്തോളം വലിയ മഹത്വ ജയമാണ് നിന്നെ കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ, ചില ഇടങ്ങളിൽ നിനക്ക് കയറി ചെന്ന് പൊരുതാൻ കഴിയാതിരിക്കുമ്പോൾ നിന്നെക്കാൾ വലിയവർ, നിന്നെക്കാൾ ബലവാന്മാർ, നിന്നെക്കാൾ വലിയ ഗോലിയാത്തുകൾ നിനക്ക് നേരെ സടകുടഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ തമ്പുരാൻ പറയും 2 ദിനവൃത്താന്തം 20:20, 2 ദിനവൃത്താന്തം 20:20, ബാറ്റിൽ നോട്ട് യുവേഴ്സ്, ബാറ്റിൽ ഈസ് മൈൻ. യുദ്ധം നിന്റേതല്ല, യുദ്ധം എന്റേതത്രേ. യുദ്ധം നിന്റേതല്ല, യുദ്ധം എന്റേതത്രേ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിന് മെസ്സഞ്ചേഴ്സായി ഗബ്രിയേൽ മാത്രമല്ല ഉള്ളത്, ദൈവത്തിന് വാർ ഏഞ്ചലായി സ്തോത്രം മിഖായേലുമുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ യുദ്ധദൂതന്മാരായി മിഖായേലും ഇറങ്ങി വരുന്നു. ദാനിയേൽ 10:12 അങ്ങനെ പറയുന്നു, യുദ്ധദൂതനായി ഇറങ്ങുന്നതായ സ്തോത്രം അതെ മിഖായേൽ, യുദ്ധദൂതനാകുന്ന മിഖായേൽ. തിരുവചനം പറയുന്നു, സ്തോത്രം അതെ യുദ്ധദൂതന്മാർ ദൈവത്തിന്റെ മക്കളുടെ കണ്ണുനീർ കണ്ട് അവിടെ പ്രാർത്ഥന കേട്ട് സ്തോത്രം യുദ്ധദൂതന്മാരെ അയച്ച്, നോട്ട് ദ നാച്ചുറൽ, ഒരിക്കലും ബുദ്ധിക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ കഴിയാത്തത്, ബുദ്ധിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഭയങ്കര ജയം. ഭയങ്കര ജയം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ജയം. സ്തോത്രം ദൈവമായ കർത്താവ് നിനക്കായി നൽകുന്ന. കാരണം ഫിലിപ്പിയർ 3:20 പറയുന്നു, നാം ചോദിക്കുന്നതിനേക്കാൾ, നാം ചിന്തിക്കുന്നതിനേക്കാൾ അത്യന്തപരമായിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ചോദിക്കുന്നത് പോലെയല്ല. ഒരാളിനെ നോക്കി പറ, ചോദിക്കുന്നത് പോലെയല്ല. മറ്റൊരാളിനെ നോക്കി പറഞ്ഞാട്ടെ, ചിന്തിക്കുന്നത് പോലെയുമല്ല, ചിന്തിക്കുന്നത് പോലെയല്ല. നിങ്ങൾ ചോദിക്കുന്നത് എപ്പോഴും ചെറുതാണ്, പക്ഷെ പ്രവൃത്തി എപ്പോഴും വലുതാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് എപ്പോഴും ചെറുതാണ്, പക്ഷെ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വലിപ്പം എപ്പോഴും വലുതാണ്. ഒത്തിരി ഉദാഹരണമുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ സെൻഹരീബ് എന്ന് പറയുന്ന ഒരു പരിഹാസി ഹിസ്കിയാ എന്ന രാജാവിനെ വെല്ലുവിളിച്ചതാ കടന്നു വരികയാണ്. സെൻഹരീബ് എന്ന് പറയുന്നവന് വലിയ ഒരു സൈന്യമുണ്ട്. ഹിസ്കിയാ അത്രത്തോളം വലിയ ശക്തനല്ല. പോരെങ്കിൽ അത് ശാസനയുടെ ദിവസമാണ്. ശാസനയുടെയും ക്ഷാമത്തിന്റെയും നിന്ദയുടെയും ദിവസങ്ങളാണ്. അതുകൊണ്ട് ഹിസ്കിയാവ് സ്തോത്രം ഇത് കഷ്ടവും ശാസനയും നിന്ദയുമുള്ള ദിവസം അത്രേ. 2 രാജാക്കന്മാർ 19:3. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. ശാസനയുടെയും കഷ്ടത്തിന്റെയും നിന്ദയുടെയും ദിവസങ്ങൾ. ശ്രദ്ധിക്കുക, ഏത് വ്യക്തികളാണ് ഇന്ന് അതിൽ വഴി കടന്നു പോകുന്നത്? ഏത് വ്യക്തികളാണ് ശാസന, നിന്ന, കഷ്ടത്തിലൂടെ കടന്നു പോകുന്നത്? ആ ശാസനയുടെയും കഷ്ടത്തിന്റെയും നടുവിൽ നിന്ന് ഹിസ്കിയാവ് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. കർത്താവിന്റെ സന്നിധിയിൽ അവൻ പ്രാർത്ഥിക്കുമ്പോൾ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ, ബാക്കി പറ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ ദൈവം ആർക്ക് തുണ നിൽക്കുന്നു? ബലഹീനന് തുണ നിൽക്കുന്നു. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ ബലഹീനർക്ക് തുണ നിൽക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഞാൻ വീണ്ടും പറയട്ടെ, പ്രാർത്ഥിക്കുമ്പോൾ പഞ്ചായത്ത് ഓഫീസല്ല തുറക്കുന്നത്, എയർപോർട്ടല്ല തുറക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ദൂതമണ്ഡലം സജീവമാകുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകലും ദൂതമണ്ഡലം സ്തോത്രം നിനക്കായി തുറക്കുന്നു. വിശ്വസിക്കുന്ന കരങ്ങളെ ചലിപ്പിച്ച ദൈവത്തെ സ്തുതിച്ചാട്. 2 കരങ്ങളെ ചലിപ്പിച്ച് പറ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൂതമണ്ഡലം സ്തോത്രം അതേ സജീവമാകട്ടെ. ദൂതമണ്ഡലം സ്തോത്രം അതേ സജീവമാകുന്നു. ദൈവത്തിന്റെ ദൂതൻ അന്ന് രാത്രി ഇറങ്ങി. 2 രാജാക്കന്മാർ 19:35 പറയുന്നു, അന്ന് രാത്രി ഒരു ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയിട്ട്, അന്ന് രാത്രി സ്തോത്രം ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയിട്ട് അശൂർ പാളയത്തിൽ, സിറിയയുടെ പാളയത്തിൽ, ശത്രു പാളയത്തിൽ ചെന്ന് 1,85,000 പേരെ കൊന്നുകളഞ്ഞു. ഒറ്റ ദൂതൻ വെട്ടി നിരത്തി. മറ്റേ മാരാരിക്കുളത്തെ പഴയ അപ്പച്ചന്റെ പരിപാടിയല്ല വെട്ടി നിരത്തല്. ദൈവത്തിന്റെ ദൂതന്റെ പരിപാടിയാണ് വെട്ടി നിരത്തല്. ഹല്ലേലൂയ, സ്തോത്രം. 1,85,000 ദൂതന്മാർ, 1,85,000 സ്തോത്രം അതെ ശത്രു ഭടന്മാരെ, 1,85,000 പടയാളികളെ ഒറ്റ ദൂതൻ ഇറങ്ങി വെട്ടി നിരത്തി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഏത് മന്ത്രവാദ പുരയിലിരിക്കുന്ന ദുർഭൂതത്തെക്കാൾ എത്രയോ വലിയവനാണ് നിന്റെ അരികിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൂതൻ.
നിന്റെ അരികിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൂതൻ അടുത്തിരിക്കുന്നവർ നോക്കി പറ, പക്ഷെ ഒരെണ്ണം അല്ലല്ലോ. പെട്ടെന്ന് പറ, പക്ഷെ ഒരെണ്ണം അല്ലല്ലോ, ഏറ്റവും കുറഞ്ഞ 2 എണ്ണം ആണല്ലോ, ഒരെണ്ണം അല്ലല്ലോ. അതുകൊണ്ട് ഏത് താഴ്വരയിൽ, ഏത് മലമടക്കിൽ, ഏത് കൊടുമുടിയിൽ, എവിടെയൊക്കെ വാടി പിടിച്ച് ഇരുന്ന് അരളുന്ന അന്ധകാര ശക്തിയെ തീ വീഴുന്നു. ഇന്ന് പകൽ തീ വീഴുന്നു, ഇന്ന് പകൽ തീ വീഴുന്നു. മന്ത്രവാദ പുരകൾക്ക് തീ വീഴുന്നു, ആഭിചാര കേന്ദ്രങ്ങളിൽ തീ വീഴുന്നു. ഈ വെബ് സ്ട്രീം, ഈ അന്തരീക്ഷത്തിൽ, ഈ പ്രൊഫറ്റിക് പഞ്ചായ് ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ, ദുരാത്മ ശക്തികളുടെ മേൽ തീ വീഴുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നു. കാരണം അവർ യുദ്ധ ദൂതന്മാരത്രേ. 2 ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായം 23-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാനിയേൽ എന്ന മഹാരാജാവ് കർത്താവിന്റെ സന്നിധിയിൽ സ്തോത്രം പ്രാർത്ഥിക്കുകയാണ്. ദാവീദ് ചെയ്തത് തന്റെ പോരാട്ടമല്ല, ദാവീദ് പോരാടിയത് ദൈവത്തിന്റെ യുദ്ധങ്ങളത്രേ. ദാവീദ് ചെയ്തത് മുഴുവൻ ദൈവത്തിന്റെ യുദ്ധം. അതുകൊണ്ട് ദാവീദിനോട് വല്ലവനും പൊരുതുന്നെങ്കിൽ അവൻ ദൈവത്തോടാണ് പൊരുതുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ കാര്യം നോക്കി ജീവിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിന്റെ കാര്യം നോക്കി ജീവിക്കുമ്പോൾ ആരെങ്കിലും നിന്നെ ചൊറിയുന്നെങ്കിൽ അവൻ നിന്നെ അല്ല ചൊറിയുന്നത്, അവൻ ദൈവത്തെയാണ് ചൊറിയുന്നത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിന്നോട് പൊരുതുന്നവരോട് ഞാൻ പൊരുത്. അതുകൊണ്ട് കമാൻ, ഇന്ന് പകൽക്കാലം വാ, നമുക്ക് ദൈവത്തിന്റെ കാര്യം നോക്കാം. ദൈവം നമ്മുടെ കാര്യം നോക്കട്ടെ. ദാവീദിനോട് ശത്രുപക്ഷങ്ങൾ ഇതാ പാളയമിറങ്ങി നിൽക്കുമ്പോൾ തിരുവചനം പറയുന്നു, സ്തോത്രം, നീ അവിടെ നേരെ പോകല്ല. സ്ട്രാറ്റജി ഇതാണ്. ദൈവം യുദ്ധത്തിന്റെ സ്ട്രാറ്റജി പറയുന്നു. ഗാഡ് ഓഫ് ഇന്റലിജൻസ്, ബുദ്ധിമാനായ ദൈവം സ്ട്രാറ്റജി പറയുന്നു, നീ അവിടെ നേരെ പോകല്ല. അവിടെ പിമ്പുറത്തു കൂടെ വളഞ്ഞു പോകുമ്പോ മൾബറി വൃക്ഷങ്ങൾക്ക് എതിരെ വെച്ച് അവരെ നേരിടുക. ബാക്ക വൃക്ഷങ്ങൾക്ക് അരികെ വെച്ച് അവരെ നേരിടുക. മൾബറി ചെടിയുടെ അരികിലൂടെ നീ നടക്കുമ്പോ ആ മൾബറി ചെടിയിൽ ദൈവത്തിന്റെ ദൂതന്മാർ നടക്കുന്ന ശബ്ദം നീ കേൾക്ക്. ബാക്ക വൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടി ആണിയായി നടക്കുന്ന ഒച്ച പോലെ നീ കേൾക്കും. ബാക്ക വൃക്ഷങ്ങൾ, അതായത് മൾബറി വൃക്ഷങ്ങൾ, നിങ്ങളുടെ വീട്ടിൽ ഒരു മൾബറി ഇല്ലെങ്കിൽ നട്ടു വളർത്തിയാട്ടെ. അത് വേദപുസ്തകത്തിലുള്ള ജയത്തിന്റെ ചെടിയാണ്. ദൂതൻ നടക്കുകയാണ്. മൾബറി ചെടിയുടെ അഗ്രങ്ങളിൽ ദൂതൻ നടക്കുകയാണ്. നിന്റെ വീട്ടിനകത്തും പുറത്തും ദുർഭൂതമല്ല നടക്കേണ്ടത്. ദുഷ്ട സ്വപ്നങ്ങൾ അകന്നു നിൽക്കട്ടെ. ഭീതികളും ഭയങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറി പോകട്ടെ. ബാക്ക വൃക്ഷങ്ങളുടെ അണികളിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇതാ നടക്കുന്നു. അപ്പോൾ ദാവീദ് വേഗത്തിൽ പോയി അവൻ ജയിക്കുകയുണ്ടായി. അർത്ഥം, യുദ്ധദൂതന്മാർ ഇന്നും ഇറങ്ങുന്നു. കണ്ണുനീർ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ, താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ, പോരാട്ടത്തിന്റെ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് പകലും ഇറങ്ങുന്നത് ദൈവത്തിന്റെ യുദ്ധ ദൂതന്മാരാണ്. സങ്കീർത്തനം 84:6-7 വാക്യങ്ങൾ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അതെ, കണ്ണുനീർ താഴ്വരയിലൂടെ കടക്കുമ്പോൾ അവനത് മുൻമഴയാൽ അനുഗ്രഹപൂർണ്ണമാക്കുന്നു. മേൽക്ക് മേൽ, സ്തോത്രം, അതെ, ബലം പ്രാപിക്കുന്നു. അർത്ഥം, ഇന്ന് നീ ഏതെങ്കിലും പോരിലൂടെ പോകുന്നെങ്കിൽ, ഇന്ന് ഏതെങ്കിലും വിഷമസന്ധിയിലൂടെ പോകുന്നെങ്കിൽ, ഇന്ന് നിനക്കറിയത്തില്ല, അത് ഭാവിയിൽ നിനക്ക് ഭയങ്കര അനുഗ്രഹമായിരിക്കും. അത് ഭാവിയിൽ നിനക്ക് ഒത്തിരി അനുഗ്രഹം ആയിരിക്കും. അതേ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ യുദ്ധദൂതന്മാർക്കായി സ്തോത്രം. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. സേവകാത്മാക്കൾ, വീണ്ടും ദൈവത്തിന്റെ ദൂതന്റെ മറ്റൊരു സേവ. വേദപുസ്തകം പറയുന്നു, ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 43-ാം വാക്യം. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 43-ാം വാക്യം. ലൂക്കോസ് 22:43-ാം വാക്യം വായിക്കുമ്പോൾ ഒരു ദൂതൻ ഇറങ്ങി ഒരുവനെ ബലപ്പെടുത്തുകയാണ്. ക്ഷീണിച്ചു പോയ ഒരുവനെ ഇതാ ബലപ്പെടുത്താൻ ദൂതൻ ഇറങ്ങിയാണ്. അത് മറ്റാരെയുമല്ല, കർത്താവ് യേശുവിനെ, ക്രിസ്തു. സ്തോത്രം. ഇതാ ഗദശമന തോട്ടത്തിൽ മഹാപുരോഹിത പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എൻ്റെ മുൻപിലുള്ള ടാസ്ക് വലുതാണ്. പല സമയത്തെ ദൈവദാസന്മാർ പറയാറുണ്ട്, എൻ്റെ മുൻപിലുള്ള ടാസ്ക് വലുതാണ്, ഈ ടാർഗറ്റ് വലുതാണ്, ഇത് ഒത്തിരി ഹെവിയാണ്, ആയുധം വെച്ച് കീഴടങ്ങുമോ എന്ന് ചിന്തിക്കുന്നതായ സമയത്ത്, ഇനി ജീവിതം മുന്നോട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഗദശമനിയിൽ നിന്നെ ബലപ്പെടുത്താൻ ഇറങ്ങുന്നത് പ്രവാചകനല്ല, സ്തോത്രം, പ്രാർത്ഥിച്ച് താങ്ങുന്ന അമ്മാമ്മമാരല്ല. നിന്നെ ശക്തിപ്പെടുത്താൻ ഇറങ്ങുന്നത് ശക്തനായ ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. ലൂക്കോസ് 22:43 പറയുന്നു, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ
അവന് പ്രത്യക്ഷനായി. ഒരിക്കൽ കൂടെ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ഒരിക്കൽ കൂടെ യേശുവിനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. രണ്ട് കരങ്ങളെ ഉയർത്തിയാടെ. സംതിങ് ഈസ് ഹാപ്പനിങ്. എന്തോ ചിലർക്ക് സംഭവിക്കുകയാണ്. രണ്ട് കരങ്ങളെ നന്നായി ഉയർത്തി പറഞ്ഞാടെ. എന്നെ ശക്തിപ്പെടുത്തണമേ കർത്താവേ, എന്നെ ശക്തിപ്പെടുത്തണമേ. എൻ്റെ മുൻപിൽ ഒത്തിരി ടാസ്ക് ഉണ്ട്, എൻ്റെ മുൻപിൽ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർപ്പാനുണ്ട്. അത് ചെയ്യേണ്ടതുപോലെ ചെയ്ത് തീർപ്പാൻ, അത് ചെയ്യേണ്ടതുപോലെ ചെയ്ത് തീർപ്പാൻ, അങ്ങയുടെ ഡിസൈൻ പ്രകാരം സ്തോത്രം ചെയ്യേണ്ടതുപോലെ ചെയ്ത് തീർപ്പാൻ അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തണമേ. ഇമോഷണലി അവൻ ഷാറ്ററായി പോയുമ്പോൾ അവൻ്റെ അടുക്കൽ ഇതാ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങുന്നു. നിന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ദൂതൻ. വീണ്ടും നമ്പർ 2, ശക്തിപ്പെടുത്തുന്ന ദൂതൻ. അപ്പോസ്തല പ്രവൃത്തി 27:23. അപ്പോസ്തല പ്രവൃത്തി 27:23 വേദപുസ്തകം പറയുന്നു, ഈശാനമൂലൻ ആടിച്ചുയർന്നു, പാടകു തകർന്നു തോന്നിയപ്പോൾ. സ്തോത്രം. ഇതാ കപ്പൽ മുങ്ങുകയാണ്. 14 ദിവസമായി വെളിച്ചത്തിന് യാതൊരു കണികയുമില്ല. 14 ദിവസമായി കാറ്റിന്റെ ശബ്ദം മാത്രമാണ് പൗലോസും കൂടെയുള്ളവരും കേൾക്കുന്നത്. ആ കാറ്റിന്റെ ശബ്ദം, സ്തോത്രം, ഭയാനകരമായ ശബ്ദം. അത് ഒരുപക്ഷേ മരണത്തിന്റെ ശബ്ദം എന്നതുപോലെ 14 ദിവസം ആ കാറ്റിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാഗ്ദത്ത ശബ്ദം അതിനിടയിൽ മുഴങ്ങുന്നു. ഭീതിയുടെ ശബ്ദങ്ങളുടെ നടുവിൽ ഒരു വാഗ്ദത്ത ശബ്ദം കേൾക്കുന്നു. ഒരു ദൂതൻ ഇറങ്ങി നിന്ന് പറയുകയാണ്, പൗലോസിനോട് പറയുന്നു, എൻ്റെ ഉടയവന് ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന്, പൗലോസേ ഭയപ്പെടരുത്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നീ ഇപ്പൊ യെരൂശലേമിൽ നിന്നിട്ടാണ് വരുന്നത്. സ്തോത്രം. നീ വിവിധ പട്ടണങ്ങളിൽ നിന്നിട്ടാണ് വരുന്നത്. ഇനി നീ റോമിൽ സീസറുടെ മുമ്പിൽ, റോമിൽ നീ കൈസരുടെ മുമ്പിൽ നീ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്യുന്നു. വല്ലവരുടെയും കാലെ പിടിക്കല്ല, സ്വന്തം കാല് പിടിച്ചിട്ട് പറ, വലിയ സ്ഥലങ്ങളിൽ നിൽക്കേണ്ടതാകുന്നു. പറ, വലിയ സ്ഥലങ്ങളിൽ നിൽക്കേണ്ടതാകുന്നു. ഇന്നലകൾ നിന്നതിനേക്കാൾ ഉന്നതമായ സ്ഥലങ്ങളിൽ നിൽക്കുവാൻ വേണ്ടി പോകുന്നു. ആരോടെ ഞാൻ പ്രവചിക്കുന്നത്? നീ സ്റ്റേറ്റ് ലീഡേഴ്സിനെ കണ്ടു എങ്കിൽ നാഷണൽ ലീഡേഴ്സ്, പ്ലൂറൽ നോട്ട് സിംഗുലർ, നാഷണൽ ലീഡേഴ്സിന് മുൻപിൽ നീ നിൽക്കേണ്ടതാകുന്നു. ഭയപ്പെടരുത്, നീ ഒറ്റയ്ക്കല്ല. ഭയപ്പെടരുത്, ഭ്രമിച്ചു നോക്കരുത്. ദൈവം നിന്നെ ശക്തീകരിക്കും, ദൈവം നിന്നെ സഹായിക്കും. തൻ്റെ നീതിയുള്ള വലം കയ്യിൽ ദൈവം നിന്നെ നടത്ത്. നിന്നോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവനേക്കാൾ വലിയവനാണ്. ഓ, നീ യെരൂശലേമിൽ നിന്നത് ചെറുതാണ്, നീ ഇന്നലകൾ നിന്നത് ചെറുതാണ്, ഇന്നലകൾ നീ നിന്നത് ചെറുതാണ്. നാളെ നീ നിൽക്കാൻ പോകുന്ന ഇടം വലുതാണ്. ഇന്നലത്തെക്കാൾ വലിയ ടാസ്ക് നിന്റെ മുൻപിൽ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. മുങ്ങുന്ന കപ്പലിൽ മുങ്ങാത്ത വാഗ്ദത്ത്. എത്ര പേർ കേട്ടു? ഞാൻ എന്റെ നോട്ട്ബുക്കിൽ എഴുതി കിട്ടു, മുങ്ങുന്ന കപ്പലിൽ, സ്തോത്രം, മുങ്ങാത്ത വാഗ്ദത്ത്. ഓ, ഉടയുന്ന ഗദശമനിയിൽ തകരാത്ത വാഗ്ദത്ത്, ഉടയുന്ന ഗദശമനിയിലും തകരാത്ത വാഗ്ദത്ത്. മുങ്ങുന്ന കപ്പലിലും മുങ്ങാത്ത വാഗ്ദത്ത്, ഉടയുന്ന ഗദശമനിയിലും തകരാത്ത വാഗ്ദത്ത്. ദൂതൻ ഇറങ്ങുമ്പോൾ ഉടയുന്ന ഗദശമനിയിൽ തകരാത്ത വാഗ്ദത്ത്, മുങ്ങുന്ന കപ്പലിൽ മുങ്ങാത്ത വാഗ്ദത്ത്. വിശ്വാസമുള്ളവർ രണ്ട് കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാടെ. ഹല്ലേലൂയ. നമ്പർ 8, സ്തോത്രം. അതെ, ഞാൻ ഓൾമോസ്റ്റ് ഞാൻ നിർത്തി. 8-ാമതായി വേദപുസ്തകം പറയുന്നു, ഹല്ലേലൂയ, സംരക്ഷിക്കുന്നവനായ ദൈവത്തിൻ്റെ ദൂതൻ നിങ്ങളെ സംരക്ഷിക്കുന്നു. ഈ കൊറോണ കാലത്തും ദൈവം നിന്നെ സംരക്ഷിക്കുന്നു. ഹല്ലേലൂയ. 10,000-കണക്കിന് വൈറസും ബാക്ടീരിയൊക്കെ നിന്നെ ഇപ്പൊ വെന്റിലേറ്ററിൽ കയറ്റും. നിനക്കിപ്പോൾ കൊറോണ വരും, നിനക്കിപ്പോൾ ശ്വാസം മുട്ടൽ ഉണ്ടാക്കും. നീ പ്രസംഗിക്കുന്നതെന്ന് കാണട്ടെ, നീ ഓഫീസിൽ പോകുന്നതെന്ന് കാണട്ടെ എന്ന് ചിന്തിച്ചപ്പോഴും, ഹല്ലേലൂയ, നമ്മൾ കണ്ടില്ലെങ്കിലും കാണേണ്ടവൻ കണ്ടു, നമ്മൾ അറിഞ്ഞില്ലെങ്കിലും അറിയേണ്ടവൻ അറിഞ്ഞു. ഹല്ലേലൂയ. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നി സ്തംഭത്തിലും അന്ന് തന്റെ ജനത്തെ മറച്ചു സൂക്ഷിച്ച ദൈവം ഈ മണിക്കൂറുകളിലും ഈ ദിവസങ്ങളിലും നിന്നെയും എന്നെ മറച്ചു സൂക്ഷിക്കുന്നു. ദൂതന്മാരെ ഇറക്കി സംരക്ഷിക്കുന്ന ദൈവം. ഓ, ഹല്ലേലൂയ. സങ്കീർത്തനം 91:11-12 വേദപുസ്തകം പറയുന്നു, നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന്. 91-ാം സങ്കീർത്തനം 11-12 നിന്റെ എല്ലാ വഴികളും കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുക. നിന്റെ കാൽ കല്ല് തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളുക. നിന്റെ എല്ലാ വഴികളും നിന്നെ സൂക്ഷിക്കേണ്ടതിന്, പ്രഭാതത്തിലാകട്ടെ പ്രദോഷത്തിലാകട്ടെ, ഇടുങ്ങിയ വഴികളാകട്ടെ വിശാല വഴിയാകട്ടെ,
വഴികളാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഭൗതികത്തിന്റെ വഴികളാകട്ടെ, ആത്മീയത്തിന്റെ വഴികളാകട്ടെ. ഇന്ന് പകൽക്കാലം ഇൻ ജീസസ് നെയിം നിനക്കൊരിക്കലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ കൊണ്ട് കഴിയത്തില്ല. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ പോകുകയാണ്. ഭയങ്കരവും സ്തോത്രം ഭീകരമായ മരുഭൂമിയിലൂടെ അവർ യാത്ര ചെയ്യുന്നതായ സമയത്ത് തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ ദൂതനെ ഞാൻ നിനക്ക് മുൻപായി അയക്കുന്നു, എന്റെ ദൂതനെ ഞാൻ നിനക്ക് മുൻപായി അയക്കുന്നു. അവരെ പാമ്പ് കടിച്ചില്ല, അവരെ തേള് കുത്തിയില്ല. കാരണം സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ദൂതന്റെ രൂപത്തിൽ അവരോട് കൂടെ ഉണ്ടായിരുന്നു. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഈ വാക്യം എപ്പോൾ വായിച്ചാലും ഞാൻ ഓർക്കുന്ന ഒരു ദൈവദാസനുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ഇൻസിഡൻറ്റുമുണ്ട്. ഇന്നും സ്തോത്രം, അതെ, ഞായറാഴ്ച വൈകുന്നേരമാകുമ്പോൾ സ്തോത്രം ഞാൻ കാണുന്ന ഒരു സഭായോഗമാണ്. അതെ, കോർണർസ്റ്റോൺ ചർച്ച്, സാൻ ആന്റോണിയോ, ടെക്സാസ്. അമേസിംഗ് കൺട്രി മ്യൂസിക്, വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ബേസ് വോയിസസ്, കൺട്രി മ്യൂസിക്, അമേസിംഗ് സ്തോത്രം. അത് ഇന്ന് രാത്രി കാണാൻ പോവാ. ഹല്ലേലൂയ, സാൻ ആന്റോണിയോ, ടെക്സാസ്. സ്തോത്രം. അവിടെ ഒരു ചർച്ച് ഉണ്ട്. ആ ചർച്ചിന്റെ പേരാണ് കോർണർസ്റ്റോൺ. കോർണർസ്റ്റോൺ, മൂലക്കല്ല്. മനുഷ്യൻ തള്ളിയ കല്ല് മൂലക്കല്ലായി തീർന്നു. മനുഷ്യൻ തള്ളിയ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ പാസ്റ്റർ പേരാണ് സ്തോത്രം പാസ്റ്റർ ജോൺ ഹേഗി. ഒരിക്കലും ചിന്തിക്കല്ല മലയാളി മന്ദബുദ്ധികള് സ്തോത്രം അതേ ചിന്തിക്കുക, അവൻ പോയാ വേറെ കിട്ടും. സ്തോത്രം. ഞാൻ പറയട്ടെ, ഒരു വ്യക്തിയാണ് ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ മേലാണ് അഭിഷേകം, ഒരു വ്യക്തിക്കാണ് ദർശനം. ആ വ്യക്തിയെ എഴുന്നേൽപ്പിക്കുമ്പോൾ ആ വ്യക്തിയുടെ മേലാണ് നിയോഗം, ആ വ്യക്തിയുടെ മേലാണ് അഭിഷേകം. ആ ദൈവത്തിന്റെ ദാസനായി സ്തോത്രം. എല്ലാം നഷ്ടപ്പെട്ട് ഒരു കാർ പോർച്ചിൽ ഒരു പട്ടിയും സ്തോത്രം ഒരു പഴയ കസേരയും മാത്രം തനിക്ക് കിട്ടി. രാത്രി സ്തോത്രം നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ താൻ ഇരിക്കുമ്പോൾ, രാത്രി മുഴുവൻ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് താൻ ഒരു ശബ്ദം കേട്ടു, കോർണർസ്റ്റോൺ, മൂലക്കല്ല്. എനിക്ക് പേര് കിട്ടി, മൂലക്കല്ല്. ചർച്ചിന്റെ പേരായി. സ്തോത്രം. അതെ, ജീവൻ കൊടുത്ത് ശുശ്രൂഷിച്ചു. ജനം കൂടി വരാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു 1971 അദ്ദേഹം നിറഞ്ഞ സദസ്സിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയാണ്. ലോക്കൽ ടെലിവിഷൻ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നു, ലോക്കൽ റേഡിയോ ബ്രോഡ്കാസ്റ്റും ചെയ്യുന്നു. 10,000 റേഡിയോയിലൂടെ ടി വിയിലൂടെ കാണുന്നു, കേൾക്കുന്നു. മുന്നിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരു സാത്താൻ പള്ളിക്കാരൻ മുന്നോട്ട് വരികയാണ്. മുന്നോട്ട് വരികയാണ്. അവൻ്റെ കയ്യിൽ ഒരു തോക്കുണ്ട്. സ്തോത്രം. അമേരിക്കയിൽ സാത്താൻ പള്ളിക്കാരനുണ്ട്. കോട്ടൺ സൂട്ട് വിട്ടവനിൽ നിന്ന് ഭൂതം പോകുന്നത് കാണാൻ ഒരു പ്രത്യേക ചേല. സ്തോത്രം. അതെ, അവനിങ്ങനെ സാത്താൻ പള്ളിക്കാരൻ ഇങ്ങനെ സ്തോത്രം ഫ്രണ്ടിലേക്ക് വരുന്നു. ആ പുൽപ്പിറ്റിലേക്ക് അദ്ദേഹം സ്തോത്രം ആ സാത്താൻ പള്ളിക്കാരൻ തോക്ക് ചൂണ്ടി 1, 2, 3, 4, 5, 6 പ്രാവശ്യം നിറവഴിച്ചു. സ്തോത്രം. 6 പ്രാവശ്യം നിറവഴിച്ചപ്പോൾ ഒരു ബുള്ളറ്റ് പോലും ഈ ദൈവദാസൻ തൊടാതെ അത്ഭുതകരമായി താൻ സംരക്ഷിക്കപ്പെട്ടു. 3 ബുള്ളറ്റ് വലതുവശത്തെ ചുവരിൽ തറച്ചു, 3 ബുള്ളറ്റ് ഇടതുവശത്തെ ചുവരിൽ തറച്ചു. അമേരിക്കയുടെ ബെസ്റ്റ് പോലീസായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ FBI കടന്നു വന്ന് ആ കേസ് അന്വേഷിച്ചിട്ട് പ്രകാരമാണ് ചോദിച്ചത്, പാസ്റ്റർ ജോൺ ഹേഗി, we are not able to understand why this happens. സ്തോത്രം. ഇത് എന്തുകൊണ്ട് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ആ മനുഷ്യൻ വന്നു എന്നുള്ളത് സത്യമാണ്, അവൻ തോക്ക് ചൂണ്ടി എന്നുള്ളത് സത്യമാണ്, അവൻ 6 പ്രാവശ്യം വെടിവെച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ 3 ബുള്ളറ്റ് വലത്തെ ചുവരിൽ, 3 ബുള്ളറ്റ് ഇടത്തെ ചുവരിൽ. അതിനർത്ഥം FBI പറഞ്ഞത് ഒരു മെറ്റൽ ഷീറ്റ് പോലെ എന്തോ ഒന്ന് നിങ്ങളുടെ മുൻപിൽ നിന്നിട്ട് വലത്തോട്ടും ഇടത്തോട്ടും ആ ബുള്ളറ്റുകളെ അതെ തിരിച്ചുവിട്ടു. അതെന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞതാണ് 91-ാം സങ്കീർത്തനം 11:12, നിങ്ങൾക്കത് എന്തെന്നറിയത്തില്ല, പക്ഷെ എനിക്കത് എന്തെന്നറിയാം. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുക. ഹല്ലേലൂയ. മരണം കടന്നു വന്നാൽ, പ്രതിസന്ധി കടന്നു വന്നാൽ, ആക്സിഡന്റ് കടന്നു വന്നാൽ, പ്രതികൂലം കടന്നു വന്നാൽ, നിങ്ങളെ തൊടുന്നവർ എന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നു എന്നരുളി ചെയ്ത ദൈവം നിന്നെ ദൂതന്മാരെ അയച്ച് സംരക്ഷിക്കുന്നു. കാരണം ദൈവപൈതലെ, നീ തുറന്നു കിടക്കുന്ന തോട്ടമല്ല, നീ കെട്ടി അടച്ച തോട്ടമാണ്. ഉത്തമഗീതം 2:14 പറയുന്നു, സ്തോത്രം, നിങ്ങൾക്ക് ചുറ്റും ഒരു വേലിയുണ്ട്. അടുത്തിരിക്കുന്നവരെ നോക്കി പറഞ്ഞാണ്ട്, നമുക്ക് ചുറ്റും ഒരു വേലിയുണ്ട്, നമുക്ക് ചുറ്റും ഒരു വേലിയുണ്ട്. ഇന്ന് ഞാൻ കൊണ്ടുവന്ന മുഴുവൻ പറവാൻ തക്കൊണ്ട് കഴിയത്തില്ല. എൻ്റെ പാനപാത്രം നിറഞ്ഞ വഴിയാണ്. 12 കൊട്ട മിച്ചമെടുത്ത് എടുക്കുകയാണ്. സ്തോത്രമതി. ദൂതന്മാരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്
ഹല്ലേലൂയ, സ്തോത്രം. അതെ, ദൈവത്തിന്റെ കൃപയാൽ ഒന്നാമതായി എനിക്ക് പറയാൻ, ഐ തിങ്ക് ഞാൻ 7 പോയിന്റാണ് അത് ഫിനിഷ് ചെയ്തത്. ഒന്ന്, വിടുവിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ, കരുതൽ കൊണ്ട് അയക്കുന്ന ദൈവത്തിന്റെ ദൂതൻ, ദൈവ കരുതൽ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ദൂതൻ, ദൂതുവാഹിയായി. മൂന്നാമത്, ദൂതുവാഹിയായി ഇറങ്ങുന്ന ദൈവത്തിന്റെ ദൂതൻ, സൗഖ്യത്തിന്റെ സാന്നിധ്യമായി ഇറങ്ങുന്ന ദൈവത്തിന്റെ ദൂതൻ, യുദ്ധദൂതനായി ഇറങ്ങുന്ന ദൈവത്തിന്റെ ദൂതന്മാർ, ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ ദൂതന്മാർ, പ്രൊട്ടക്ഷൻ, സ്തോത്രം, സംരക്ഷണയ്ക്കായി ഇറങ്ങുന്ന ദൈവത്തിന്റെ ദൂതന്മാർ. ഹല്ലേലൂയ. 8ാമതായി ഞാൻ പറയട്ടെ, സ്തോത്രം, ന്യായവിധിയുടെ ദൂതന്മാർ, ന്യായവിധിയുടെ ദൂതന്മാർ. ദൈവം എവിടെയാണോ പാപം പെരുകുന്നത്, എവിടെയാണോ അശുദ്ധി പെരുകുന്നത്, എവിടെയാണോ പാപം പെരുകുന്നത്, സാരമില്ല, അച്ചാച്ചന്റെ ബലഹീനത എന്ന് പറഞ്ഞ് കർത്താവ് വെള്ളതേക്കത്തില്ല. ദൈവം പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അത് സഭയിൽ പാപം കണ്ടാലും ചന്തയിൽ പാപം കണ്ടാലും ദൈവത്തിന്റെ പാപം തന്നെയാണ്. അതുകൊണ്ട് മറന്നു പോകല്. എല്ലാ കൃപാകുമാരന്മാരും കേൾക്കട്ടെ, സ്തോത്രം. ഒരു ന്യായവിധിയുണ്ട്. ന്യായവിധി യേശു കർത്താവ് പ്രസംഗിച്ചു, ന്യായവിധി ശിഷ്യന്മാർ പ്രസംഗിച്ചു, ന്യായവിധി അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു. അതുകൊണ്ട് ന്യായവിധിയുടെ ദൂതന്മാരുമുണ്ട്. കേൾക്ക്, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 19-ാം അധ്യായം, ഉൽപ്പത്തി 18-19 അധ്യായത്തിൽ ഹോമോസെക്ഷുവാലിറ്റി സിൻ വർദ്ധിക്കുകയാണ്. ആണിനോട് രമിക്കുകയാണ്, പെണ്ണിനോട് രമിക്കുകയാണ്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സ്കൂളുകളും അതുണ്ട്, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കോളേജുകളിലും അതുണ്ട്. അത് സോദോമിലും ഗോമോരയിലും ആരംഭിച്ചതാണ്. മാതാവേ, പിതാവേ, നിന്റെ കുട്ടി ഫോണിൽ എന്താ കാണുന്നത്, സൂക്ഷിക്ക്. അവൻ ലാപ്ടോപ്പിൽ എന്താ വാച്ച് ചെയ്യുന്നത്, സൂക്ഷിക്ക്. സ്തോത്രം. ലോത്ത് മരിച്ചു, അബ്രഹാം മരിച്ചു, പക്ഷേ സോദോമിന്റെയും ഗോമോരയുടെയും പാപത്തിന്റെ പിശാച് ചത്തിട്ടില്ല. ആ പിശാച് ഇന്നും, സ്തോത്രം, ചുറ്റി നടക്കുന്നുണ്ട്. സ്തോത്രം. അങ്ങനെ സോദോമിനെയും ഗോമോരയും നശിപ്പിക്കാനായി 2 ദൂതന്മാർ ലോത്തിന്റെ ഭവനത്തിലേക്ക് പോയി എന്ന് വേദപുസ്തകം പറയുന്നു. ഇന്ന് പകൽക്കാലം, സ്തോത്രം, ദൈവത്തിന്റെ കൃപയാൽ ഞാൻ പറയട്ടെ, അതേപോലെ തന്നെ ന്യായവിധിക്കായി ഈ ലോകം ഇതാ ഓടിക്കൊണ്ട് ഇരിക്കുകയാണ്. മണവാട്ടിയാകുന്ന ദൈവത്തിന്റെ സഭ നിത്യതയെ നോക്കി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, സ്വർഗത്തെ നോക്കി ഓടുമ്പോൾ, രക്ഷിക്കപ്പെടാത്ത സകല എണ്ണവും, വേദപുസ്തകം അനുസരിച്ച് ജീവിക്കാത്ത സകല എണ്ണവും ന്യായവിധിക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. ന്യായവിധിയുടെ ദൂതന്മാർ. 3 അധ്യായം ഇന്ന് രാത്രി ചിക്കന്റെ കാല് പിടിച്ച് ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ വായിക്കണം. സ്തോത്രം. അതെ, 3 അധ്യായം, വെളിപ്പാട് പുസ്തകം 8, 9, 10. ഹല്ലേലൂയ. നിങ്ങളുടെ ഹോംവർക്കാണ് വെളിപ്പാട് പുസ്തകം 8, 9, 10. അവിടെ തിരുവചനം പറയുന്നു, 7 ദൂതന്മാർ എന്താ ചെയ്യുന്നത്. 7 ക്രോധ കലശങ്ങളെ വെളിപ്പാട് പുസ്തകത്തിൽ വായിപ്പാൻ കഴിയും. 7 സഭകളെ നമ്മൾ കാണുന്നു, 7 നിലവിളക്കുകളെ നമ്മൾ കാണുന്നു. സ്തോത്രം. അതെ, ഇതുപോലെ 7ന്റെ ഗുണിതങ്ങൾ നമുക്ക് വെളിപ്പാടിൽ കാണുവാൻ കഴിയുന്നെങ്കിൽ 7 ഏഞ്ചൽസ്, ദൂതന്മാരുടെ, സ്തോത്രം, 7 ദൂതന്മാരെ നമ്മൾക്ക് കാണുന്നു. 7 പേരും ചെയ്യുന്നത്, സ്തോത്രം, ന്യായവിധിയുടെ മണ്ഡലങ്ങളെ തുറക്കുകയാണ്. സ്തോത്രം. അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ സമുദ്രത്തിലെ 1/3 നശിക്കുകയാണ്. അർത്ഥം, മത്സ്യങ്ങളെ 1/3 നശിക്കുന്നു, നക്ഷത്ര മണ്ഡലത്തിലെ 1/3 നശിക്കുന്നു. ചില നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണ് ജലാശയങ്ങൾ മുഴുവൻ കയ്പായി തീരുന്നു. സ്തോത്രം. അതെ, മൃഗസമ്പത്തിൽ 1/3 നശിക്കുന്നു, മനുഷ്യനിലും 1/3, ഭൂമിയിലുള്ള മനുഷ്യരിലും 1/3 നശിക്കുന്നു. ഗൂഗിളിൽ ഇന്നലെ രാത്രി 2:15 ഞാൻ നോക്കി, ഭൂമിയിൽ മനുഷ്യർ എത്ര കോടി മനുഷ്യരാണുള്ളത്. സ്തോത്രം. 787 കോടി മനുഷ്യനാണ്. അതിലധികം ഇന്ന് രാവിലെ കുറച്ചുകൂടെ ജനിച്ചു കാണുമല്ലോ. സ്തോത്രം. അതെ, 787 കോടിയിലധികം മനുഷ്യരാണ്, സ്തോത്രം, ഭൂമിയിലുള്ളത്. എന്നാൽ വേദപുസ്തകം പറയുന്നു, എന്റെ കാൽക്കുലേറ്റർ അനുസരിച്ച് 263 കോടി ജനം 7 വർഷത്തിനിടയ്ക്ക് മരിക്കാൻ വേണ്ടി പോവാ. അന്തിക്രിസ്തു ഭരിക്കുന്നതായ നാളുകളിൽ, പ്രത്യേകിച്ച് അവന്റെ സെക്കൻഡ് പാർട്ടിൽ, സ്തോത്രം, അവസാനത്തെ 3.5 വർഷത്തിൽ 263 കോടി ജനം മരിക്കുവാൻ വേണ്ടി പോകുകയാണ്. പേപ്പർ തുറക്കുമ്പോൾ ലക്ഷങ്ങൾ അവിടെ മരിക്കുന്നു. കാരണം 263 കോടി ജനം ഈ 3.5 വർഷത്തിനകത്ത് അല്ലെങ്കിൽ 7 വർഷത്തിനിടയ്ക്ക് വെച്ച്, സ്തോത്രം, മരിച്ചു തീരണ്ടേ. അതിനർത്ഥം ഡെയിലി ലക്ഷക്കണക്കിന് ജനം മരിക്കും, ഡെയിലി ലക്ഷക്കണക്കിന് ജനം മരിക്കും, ഡെയിലി ലക്ഷക്കണക്കിന് ജനം മരിക്കും. മാനവ ചരിത്രത്തിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ഭീകരമായ നാശം. 1/3 പോപ്പുലേഷൻ, ലോകത്തിലുള്ളതിൽ 1/3 നശിക്കുവാൻ വേണ്ടി പോകുന്നു. ആ നാശം കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ആ നാശം കാണണമെന്ന് ആഗ്രഹിക്കുന്ന, ഞാൻ കാണത്തില്ല. നീ നിന്റെ ടി വി നോക്കി കാണും. നിന്റെ സിറ്റിയിൽ ഇരുന്ന് അന്തിക്രിസ്തുവിന്റെ 666 കയ്യിലും നെറ്റിയിലും ഒക്കെ അടിച്ച് അതിന്റെ പരിക്കോടെ നീ കാണും. പക്ഷെ ഞാൻ കാണത്തില്ല. ഞങ്ങൾ കാണത്തില്ല. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ കാണത്തില്ല. അവർ പറക്കാൻ പോവാ. അവർ അതിനു മുൻപ് പറക്കാൻ
നടക്കാൻ പോവാ. അന്തിക്രിസ്തു വരുന്നതിന് മുൻപ് സത്യക്രിസ്തു വരാൻ പോവാ. അന്തിക്രിസ്തു വരുന്നതിന് മുമ്പ് സത്യക്രിസ്തു വരാൻ പോവാ. നീ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, അന്തിക്രിസ്തു വരുന്നതിന് മുൻപ് കർത്താവ് താൻ ഗംഭീരനാദത്തോടും അവിടെയും പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദം വരുമ്പോ സ്തോത്രം, അതെ, ദൈവത്തിന്റെ ജനം എടുത്തുകൊള്ളപ്പെടും. പകലാണ് കർത്താവ് വരുന്നെങ്കിൽ ഡ്രൈവറില്ലാത്ത ഓട്ടോറിക്ഷ തിരുവനന്തപുരത്തൂടെ ഓടാൻ പോവുകയാണ്. ഡ്രൈവറില്ല ഓട്ടോറിക്ഷ ഓടാൻ പോവാ, ഡ്രൈവറില്ലാത്ത കാർ ഓടാൻ പോവാ, ഡ്രൈവറില്ലാത്ത ബസ് ഓടാൻ പോവാ, ഡ്രൈവറില്ലാത്ത വിമാനം പറക്കാൻ പോവാ. രക്ഷിക്കപ്പെട്ടവനെങ്കിൽ അവൻ മേലോട്ടാണ്, ആ വണ്ടികളെല്ലാം താഴത്തെ കുഴിയിലേക്കാണ്. അതുകൊണ്ട് വെള്ളം അടിച്ചിട്ട് ഒരു ഓട്ടോയിൽ കയറുമ്പോ, പാപം ചെയ്തിട്ട് ഒരു ടാക്സി കയറുമ്പോ ആദ്യം അവനോട് ചോദിക്ക, യേശു ഉള്ളവനാണോ? സ്തോത്രം. രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ ആ വണ്ടി കയറല്ലേ. കാര്യമെന്ത്? സ്തോത്രം. അപ്പോഴാണ് കാഹളനാദം കേൾക്കുന്നതാണെങ്കിൽ നിന്റെ നട്ടെല്ല് പൊട്ടിപ്പോകുക. അതുകൊണ്ട് മനസ്സിലാക്കണമേ, സ്തോത്രം. 1/3 പോപ്പുലേഷൻ, ലോകത്തിലുള്ള 33% ജനം നശിക്കുവാൻ വേണ്ടി പോകുന്നു, എന്നാൽ സഭ എടുത്തുകൊള്ളപ്പെടുവാൻ വേണ്ടി പോകുന്നു. ആ വാക്യം ഞാൻ വീണ്ടും പറയട്ടെ. 1 തെസ്സലോനിക്യ ലേഖനം 4:16-17 വാക്യങ്ങൾ. The Lord shall descend with a shout, with the voice of the archangel and the trump of God. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാളധ്വനിയോടും കൂടെ കടും തൂക്കത്തിന്റെ മറവിൽ മറഞ്ഞിരിക്കുന്നതായ കുറുപ്രാകുന്ന മണവാട്ടിയാകുന്ന ദൈവത്തിന്റെ സഭയെ ചേർപ്പാൻ യേശു കർത്താവ് വേഗം വരുന്നു. ഹല്ലേലൂയ. ദൂതന്മാരുടെ ശുശ്രൂഷയിൽ ഒന്നാണ് ന്യായവിധി. ഒൻപതാമതായി അവസാനമായി ലൂക്കോസ് 16:22 പറയുന്നു. ലൂക്കോസ് 16:22 പറയുന്നു, ഒന്നുകിൽ കർത്താവ് വന്ന് നമ്മൾ കടന്നു പോകും, അങ്ങനെയെങ്കിൽ നല്ലത്. കർത്താവ് വന്ന് സ്തോത്രം നമുക്ക് കടന്നു പോകാം, അങ്ങനെയാണെങ്കിൽ നല്ലത്. ഇല്ല, കാലങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ടുണ്ട് എങ്കിൽ ഒരു ദിവസം സ്തോത്രം നമ്മൾ മരിക്കുക. ഈ പ്രസംഗിക്കുന്ന ഞാൻ മരിക്കുക, സ്തോത്രം കേൾക്കുന്ന നിങ്ങൾ മരിക്കുക. എല്ലാവരും ദൈവം ദീർഘായുസിലും ആരോഗ്യത്തിലും സൂക്ഷിക്കട്ടെ. എന്നാൽ ബ്രദർ സുരേഷ് ബാബു മരിച്ചു എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരിക്കലും വിശ്വസിക്കല്ല. ബ്രദർ സുരേഷ് ബാബു മരിച്ചു എന്ന് കേൾക്കുമ്പോൾ സ്തോത്രം നിങ്ങൾ വിശ്വസിക്കല്ല. കാരണം ഇവിടെ ഞാൻ ആബ്സെന്റ് ആണെങ്കിലും അവിടെ ഞാൻ പ്രസന്റ് ആയിരിക്കുക. ഇവിടെ ഞാൻ ആബ്സെന്റ് ആണെങ്കിലും ഇവിടെ ഈ പ്രസംഗിച്ചിട്ടിരിക്കുന്ന ഈ സെക്കൻഡ് ഞാൻ സ്തോത്രം, അതേ, ജീവൻ നഷ്ടപ്പെട്ട് ഞാൻ മരിച്ചാൽ എന്റെ തല ഈ നിലത്ത് ഇടിക്കുന്നതിന് മുമ്പ്, ഈ മൈക്ക് നിലത്ത് വീഴുന്നതിന് മുമ്പ് അക്കരെ നാട്ടിൽ one more Jordan, one more river, ഒരു യോർദാൻ നദി മാത്രമേ ഉള്ളൂ, ഒരു യോർദാൻ മാത്രമേ ഉള്ളൂ. ആ മരണ യോർദാൻ കടന്ന് ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ശാപമില്ലാത്ത, പോരാട്ടമില്ലാത്ത, വാട്സപ്പ് ഇല്ലാത്ത, ഫേസ്ബുക്ക് ഇല്ലാത്ത, യൂട്യൂബ് ഇല്ലാത്ത നിത്യതയുടെ ദേശത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ചേർക്കപ്പെടുക. നമ്മൾ മരിക്കുമ്പോൾ നിങ്ങളുടെ മരണത്തെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കട്ടെ. നിങ്ങൾ മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ മരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ ആ റൂമിൽ ഇറങ്ങി നിൽക്കുക. അതുകൊണ്ടാണ് മരിക്കാറാകുന്ന സമയത്ത് നമ്മുടെ അപ്പച്ചന്മാർ, നമ്മുടെ അമ്മച്ചമാർ സ്തോത്രം നമ്മളെ നോക്കാതെ ചുറ്റും നോക്കുന്നത്. കാരണം നമ്മളെക്കാൾ ബ്രൈറ്റർ ആയിട്ടുള്ള, നമ്മളെക്കാൾ പ്രകാശമുള്ളവരാണ് ആ റൂമിൽ ഇറങ്ങി നിൽക്കുന്നത്. നമ്മളെക്കാൾ പ്രകാശമുള്ള ദൂതന്മാർ നിൽക്കുകയാണ്. ആ ദൂതൻ വന്നിട്ട് പറയും, വാ നമുക്ക് പോകാൻ നേരമായി. അതുകൊണ്ട് മരണഭയം ഇന്ന് പകൽ വിട്ടുപോകട്ടെ. മരണഭയം യേശുവിന്റെ നാമത്തിൽ മറയട്ടെ. സ്തോത്രം. അതെ, ദൈവത്തിന്റെ ടൈം കഴിയുമ്പോൾ, കൊറോണയല്ല നിന്റെ കാലം തീരുമാനിക്കുന്നത്, കോവിഡ് അല്ല നിന്റെ കാലം തീരുമാനിക്കുന്നത്, ക്യാൻസറോ സ്ട്രോക്കോ മറ്റ് ഏതെങ്കിലും രോഗമല്ല നിന്റെ കാലം തീരുമാനിക്കുന്നത്, കലണ്ടർ അല്ല നിന്റെ കാലം തീരുമാനിക്കുന്നത്. കാലങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണ് നിന്റെ കാലത്തെ തീരുമാനിക്കുന്നത്. നിന്റെ ഈ കാലത്തെ, ഈ ലോകത്തെ ശുശ്രൂഷ കഴിയുമ്പോൾ ദൂതന്മാർ വന്നിട്ട് പറയും, സ്തോത്രം. നോക്കിയ ലാസർ എന്ന് പറയുന്നവൻ മരിച്ചപ്പോൾ ദൂതന്മാർ വന്ന് അബ്രഹാമിന്റെ മടിയിലേക്ക് അവനെ കൊണ്ടുപോയി. എക്സാക്ട്ലി ദ സെയിം മാനർ ദൈവത്തിന്റെ ദൂതന്മാർ കടന്നു വന്ന് നിന്നെ സ്തോത്രം കർത്താവിന്റെ പറുദീസയിലേക്ക് നിന്നെ കൊണ്ടുപോകുക. ഹല്ലേലൂയ. വേദന അറിയാതെ നിന്റെ ശരീരത്തിൽ നീ പുറത്തു കിടക്കുക. ഹല്ലേലൂയ. 1-ാം സ്വർഗം കടന്ന് 2-ാം സ്വർഗം കടന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ ലോകത്തിൽ നീ ഒരിടത്തും കേൾക്കാത്ത 10,000 മടങ്ങ് സ്തോത്രം, അതെ, 10,000 മടങ്ങ് മനോഹരമായ സംഗീതം നീ കേൾക്കുക. സ്വർഗത്തിന്റെ പോർച്ചുകളുടെ ആ പടിക്കെട്ട് നീ കയറുമ്പോൾ ലോകത്തിൽ നീ കേൾക്കാത്തതായ ബ്യൂട്ടിഫുൾ സോങ് നീ കേൾക്കുക. ആ പോർച്ചിൽ ഒരുവൻ നിന്നെ കാത്തിരിക്കുക. ആ പോർച്ചിൽ ഒരുവൻ, സുന്ദരനായ ഒരുവൻ, നിനക്ക് വേണ്ടി ജീവന നൽകിയവൻ ആ പോർച്ചിൽ നിന്നെ കാത്തു നോക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ദിവസം സ്തോത്രം, അതെ, ദൂതന്മാർ ഇറങ്ങി നിന്നെ സ്വർഗത്തിലേക്ക് ചേർക്കുക.